പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് ലൂക്കയുടെ നേച്ചർ പെർസ്പെക്റ്റീവ് എന്നുള്ള മൂന്നാമത്തെ ഒരു ടോക്ക് സീരീസിലേക്കാണ് നമ്മളെല്ലാവരും കടന്നിരിക്കുന്നത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അഭിരാമിയാണ്. അപ്പോൾ അഭിരാമി ആവാസ വ്യവസ്ഥകളെ പറ്റി ഗവേഷണം ചെയ്യുന്ന ഒരു മൈസൂർ നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷനിലെ ഗവേഷകയാണ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ഫോറസ്ട്രി സയൻസിൽ ബിരുദാനന്തര ബിരുദങ്ങൾ കരസ്ഥമാക്കിയതിനു ശേഷം ഇപ്പോൾ മൈസൂരിലെ ഗവേഷക സ്ഥാപനത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അഭിരാമി ഗവേഷണം ചെയ്യുന്നത് സസ്യ പരിസ്ഥിതി ശാസ്ത്രവും ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനവും എന്ന വിഷയത്തിലാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ ഗവേഷണ വിഷയം പശ്ചിമഘട്ടത്തിലെ കാപ്പിത്തോട്ടങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ പ്രോജക്റ്റുകളിലൊക്കെയാണ്. അപ്പോൾ അതിന്റെ നിരവധി പ്രോജക്റ്റുകളിൽ അഭിരാമി അംഗവുമാണ്. കൂടാതെ പക്ഷികളെയും നേച്ചറിനെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഗവേഷകർ എന്നുള്ള നിലയിൽ ആള് ഒരു തികഞ്ഞ നല്ല ഒരു പക്ഷി നിരീക്ഷക കൂടിയാണ്. അപ്പോൾ അഭിരാമിയെ സ്നേഹപൂർവ്വം നമ്മളുടെ ലൂക്കയുടെയും മലയാളി ശാസ്ത്ര ഗവേഷക കൂട്ടായ്മയുടെയും പേരിൽ നടത്തുന്ന ഈ ഒരു ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു ജയന്തി. എന്നെ ഈ ഒരു ടോക്കിന് ക്ഷണിച്ച ബാദുഷിനും മറ്റെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോ ഞാൻ അഭിരാമി ഇപ്പോൾ മൈസൂർ ബേസ്ഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ കൺസർവേഷൻ സയൻസ് ആൻഡ് പ്രാക്ടീസസ് എന്നുള്ള വിഷയത്തിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, എക്കോളജിക്കൽ റെസ്റ്റോറേഷൻ എന്നതിനെ കുറിച്ചാണ്. ആദ്യം വളരെ ചുരുക്കി എന്നെ കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ തന്നെ ഞാൻ കേരള കാർഷിക സർവകലാശാലയിൽ ഫോറസ്ട്രി വനശാസ്ത്രത്തില് BSc MSc കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ ഗവേഷകയാണ്. എന്റെ പ്രധാനപ്പെട്ട PhDയുടെ ഭാഗമായിട്ട് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഉപേക്ഷിക്കപ്പെട്ട കാപ്പിത്തോട്ടങ്ങൾ അഥവാ അബാൻഡൻഡ് കോഫി പ്ലാന്റേഷൻസ്, അവിടെ എങ്ങനെ വനങ്ങള് തിരിച്ച് വളർന്നു വരുന്നു, എന്തൊക്കെയാണ് അതിനുള്ള തടസ്സങ്ങള്, അവയെ എങ്ങനെ പുനഃസ്ഥാപനം ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അതുകൂടാതെ പശ്ചിമഘട്ടത്തിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന് ഏതൊക്കെ സ്പീഷീസുകൾ, ഏതൊക്കെ ഇനം മരങ്ങളാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള ചില പരീക്ഷണങ്ങള്, അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ്, അങ്ങനത്തെ ചില പ്രൊജക്ടുകളുടെ ഭാഗമാണ് ഞാൻ. അതുകൂടാതെ എനിക്ക് പക്ഷി നിരീക്ഷണം കൂടി താല്പര്യമുള്ള ഒരു മേഖലയാണെന്നുള്ളതുകൊണ്ട് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കടൽ ഭിത്തികള് ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ വരുന്ന തീരപ്രദേശ പക്ഷികളെ എങ്ങനെ ഈ കടൽ ഭിത്തികൾ ബാധിക്കുന്നു എന്നുള്ള ഒരു ചെറിയൊരു പ്രൊജക്ടിന്റെ കൂടി ഭാഗമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുതായിട്ട് പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. അപ്പോ ആദ്യമായിട്ട് ഞാൻ ആവാസ വ്യവസ്ഥ എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. അപ്പൊ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പലതരം ജീവികളും അവയുടെ ചുറ്റുപാടും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ സാധാരണ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ കാണുന്ന ഒരു നിത്യഹരിത വനം, ഒരു എവർഗ്രീൻ ഫോറസ്റ്റ്, അതൊരു ആവാസ വ്യവസ്ഥയാണ്. അപ്പൊ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ജീവജാലിക കൂടിയാണ്, വെബ് ഓഫ് ലൈഫ് എന്ന് പറയാം. അതായത് പലതരത്തിലുള്ള ജീവികള്, ചെറിയ ചെടികള്, വലിയ മരങ്ങള് തൊട്ട് ഈവൻ പുഴു, പഴുതാര, തവള, അങ്ങനെ പലതരത്തിലുള്ള ജീവികള് തമ്മിൽ ഇടപെട്ടുകൊണ്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ് ആവാസ വ്യവസ്ഥ. അതേസമയം ഈ ജീവികളും അവയുടെ നിർജീവ പരിസ്ഥിതിയും അത് തമ്മിലുള്ള ബന്ധം കൂടി ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും, ഉദാഹരണത്തിന് ചെടികള്, ജന്തുക്കള്, വായു, മണ്ണ്, ജലം, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും പരസ്പരം ഇടപഴകി ഉണ്ടാവുന്ന ഒരു പരിസ്ഥിതി സംവിധാനത്തിനെയാണ് നമ്മൾ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു ആരോഗ്യമുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആദ്യം മനസ്സിൽ വരുന്നത് ചിലപ്പോൾ ഇതുപോലത്തെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലത്തെ ഒരു വനമായിരിക്കും, ഒരു വനപ്രദേശം. പക്ഷെ അത് മാത്രമല്ല, ആവാസ വ്യവസ്ഥകള് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. അപ്പൊ വനങ്ങൾ അതിലത്തെ ഒരു തരത്തിലുള്ള ആവാസ വ്യവസ്ഥ മാത്രമാണ്. മറ്റു ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തണ്ണീർത്തടങ്ങള്, അതൊരു പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ സമുദ്രവും തീരപ്രദേശങ്ങളും, മലനിരകള്, ചതുപ്പുകള്, ഇവ ഓരോന്നും പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളാണ്. ഇതൊക്കെ കൂടാതെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില ആവാസ വ്യവസ്ഥകളുണ്ട്. ഉദാഹരണത്തിന് കൃഷിയിടങ്ങൾ, അതേപോലെ തന്നെ നഗരപ്രദേശങ്ങൾ, ഇവയും ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണം തന്നെയാണ്.
ഇതിൽ ഓരോ ആവാസ വ്യവസ്ഥകളും അവയുടേതായ രീതിയിൽ പ്രധാനപ്പെട്ടവയാണ്. ഓരോന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട്. അതേപോലെ തന്നെ ഒരെണ്ണത്തിന്റെ മൂല്യം മറ്റൊന്ന് വെച്ചിട്ട് നികത്താൻ സാധിക്കുന്നതല്ല. അപ്പോ ഈവൻ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ, ഇപ്പൊ കൃഷിയിടങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ജീവികള്, സസ്യങ്ങള്, അപ്പൊ അങ്ങനെ ഓരോ ആവാസ വ്യവസ്ഥകൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യം അത് ഉണ്ട്. പക്ഷെ ഈ പലതരം ആവാസ വ്യവസ്ഥകൾ ഇന്ന് വലിയ രീതിയിൽ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ വനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ വനനശീകരണം ഒരു കാരണമാണ് ശോഷണം സംഭവിക്കാനുള്ളത്. തണ്ണീർത്തടങ്ങളിലും ചതുപ്പുകളിലും ഒക്കെ ആണെങ്കിൽ മലിനീകരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോ സമുദ്രത്തിലും തീരപ്രദേശങ്ങളിലും ആണെങ്കിൽ അമിതമായിട്ടുള്ള ചൂഷണം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് മനുഷ്യൻ കാരണമുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ആവാസ വ്യവസ്ഥകൾ പലതും ഇന്ന് ശോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം അഥവാ എക്കോളജിക്കൽ റെസ്റ്റോറേഷൻ അനിവാര്യമായിട്ട് തീരുന്നത്. അപ്പൊ എന്താണ് ശരിക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം അഥവാ എക്കോളജിക്കൽ റെസ്റ്റോറേഷൻ? പൂർണ്ണമായിട്ടോ അഥവാ ഭാഗികമായിട്ടോ ക്ഷയിക്കപ്പെട്ടു പോയിട്ടുള്ള ആവാസ വ്യവസ്ഥകളെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ എക്കോളജിക്കൽ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ ഭാഗികമായിട്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുഴുവനായിട്ട് നശിച്ചു പോയൊരു ആവാസ വ്യവസ്ഥയെ മാത്രമല്ല നമുക്ക് പുനഃസ്ഥാപനം ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അതിന്റെ ചില ഘടകങ്ങൾ ക്ഷയിച്ചു പോയിട്ടുണ്ടാവും. അവിടെ നമുക്ക് മനുഷ്യന്റെ ചില ഇടപെടലുകൾ വെച്ച് ആ ആവാസ വ്യവസ്ഥകൾ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും. ഉദാഹരണത്തിന് ഈ ചിത്രം നോക്കിയാൽ ഇതിൽ വലതുവശത്ത് കാണാം. ഇതാണ് ഒരു ആരോഗ്യമുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ പല പല ഘടകങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ഒരു ആരോഗ്യമുള്ള ആവാസ വ്യവസ്ഥയിൽ മനുഷ്യന്റെ ഇടപെടലുകളോ അതേപോലെ ചില സമയങ്ങളിലൊക്കെ പ്രകൃതിക്ഷോഭങ്ങളോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആവാസ വ്യവസ്ഥയിലെ ചില ഘടകങ്ങള്, നമ്മൾ പറഞ്ഞ പോലെ ചില അവ തമ്മിലുള്ള ബന്ധങ്ങൾ അതൊക്കെ നഷ്ടപ്പെട്ട് അതൊരു ശോഷിച്ച ആവാസ വ്യവസ്ഥയായിട്ട് മാറും. ആ ഇടപെടലുകൾ കൂടുതലായി വരും തോറും ആ ശോഷണവും കൂടിക്കൂടി വരും. അങ്ങനെ കൂടുതലാവും തോറും ആ ഒരു വളരെ ശോഷിച്ച ഒരു ആവാസ വ്യവസ്ഥയെ തിരിച്ച് ഒരു ആരോഗ്യമുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റാനുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള ചെലവ്, ദൈർഘ്യം, അതിന് വേണ്ട സമയം ഇതൊക്കെ കൂടിക്കൂടി വരും. അതേസമയം ഈ വളരെ ശോഷിച്ച ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് തിരിച്ച് ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് എത്തും തോറും അതിൽ നിന്ന് കിട്ടാവുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങൾ, അതായത് എക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയും, അതും അതേപോലെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരും. അപ്പൊ ഇതാണ് എന്താണ് ശോഷണം എന്നുള്ളത് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോയ ഒരു ആവാസ വ്യവസ്ഥയെ തിരിച്ചെടുക്കാനുള്ള, വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ എന്താണ് ഈ വീണ്ടെടുപ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അഥവാ എക്കോളജിക്കൽ റിക്കവറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഇടപെടലുകൾ കാരണം ക്ഷയിച്ചു പോയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയെ അതിന്റെ മുൻസ്ഥിതിയിലേക്ക് എത്തുന്നതിനെയാണ് റിക്കവറി എന്ന് പറയുന്നത്. മുൻസ്ഥിതി എന്നുള്ള വാക്ക് പ്രധാനപ്പെട്ടാണ്. അതായത് ഇപ്പോ ഒരു ആവാസ വ്യവസ്ഥ ചില തരത്തിലുള്ള ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ മുൻസ്ഥിതി എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഡാം നിർമ്മിക്കപ്പെട്ടു, നമ്മൾക്കറിയാവുന്ന ഒരു സമയത്ത് തന്നെ ഒരു ഡാം നിർമ്മിക്കപ്പെട്ടു. അതിനു മുൻപ് അവിടെ എന്താണ് ഉണ്ടായിരുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ചില സർവേകളൊക്കെ നടത്തി നമുക്ക് അറിയുന്നുണ്ടാവും അതിന് മുമ്പ് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഡാം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷം കുറെ മാറ്റങ്ങൾ വന്നു. അപ്പൊ നമുക്കറിയാം ഡാം നിർമ്മിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്കാണ് നമുക്കതിനെ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മുൻസ്ഥിതി എന്താണെന്ന് അറിയാം. പക്ഷെ പല ഘട്ടങ്ങളിലും ഈ മുൻസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു പോകുന്ന വനനശീകരണം, അങ്ങനത്തെ തടസ്സങ്ങൾ വരുമ്പോൾ അതിന് മുൻപ് എന്തായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് അറിയണ്ടാവില്ല. അപ്പൊ നമുക്ക് ശരിക്കും എപ്പോഴും എക്കോളജിക്കൽ റെസ്റ്റോറേഷൻ ഒരു ലക്ഷ്യം വേണം. ആ മുൻസ്ഥിതി എന്നുള്ളതാണ് ആ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം നമ്മൾ എങ്ങനെ നിർണ്ണയിക്കുക? മനുഷ്യന്റെ ഇടപെടലുകൾക്ക് മുൻപ് അവിടെ എന്തായിരുന്നു നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആ ഒരു സമയത്താണ് ഈ മാതൃകാ ഇടങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അതായത് റെഫറൻസ് സൈറ്റ്സ്. മാതൃകാ ഇടങ്ങൾ എന്താന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഇതിൽ കാണുന്ന പോലെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അത് ഒരുവിധം ശോഷിച്ച അവസ്ഥയിലാണ്. നമുക്കറിയാം അതിനെ പുനഃസ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള അതേ എലവേഷൻ, അതേ കാലാവസ്ഥ മേഖല ഇതിലൊക്കെ ഉള്ള താരതമ്യേന അധികം തടസ്സങ്ങളോ ഇല്ലാത്ത അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മാതൃകാ ഇടായിട്ട് കണക്കാക്കുക. അപ്പൊ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ശോഷിച്ച ആവാസ വ്യവസ്ഥയെ ഇതുപോലെ മാറ്റിയെടുക്കണം. അപ്പൊ നമുക്കറിയാം എന്തിലേക്കാണ് മാറ്റിയെടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ റെഫറൻസ് സൈറ്റ് എന്ന് പറയുന്നത്. അത് ഈ എക്കോളജിക്കൽ റെസ്റ്റോറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഒരു കൺസെപ്റ്റുകളിൽ ഒന്നാണ് മാതൃകാ ഇടങ്ങൾ അഥവാ റെഫറൻസ് സൈറ്റ്. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് ശോഷണം സംഭവിച്ചിട്ടുള്ള ഒരു ചെറിയ ഫോറസ്റ്റ് ഫ്രാഗ്മെന്റ് എന്ന് പറയാം. ഈ ഇതിൽ നമുക്ക് കണ്ടറിയാം മരങ്ങൾ പലതരം യൂക്കാലിപ്റ്റസ് പോലുള്ള മറ്റു മരങ്ങളുണ്ട്, അതിന്റെ ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. അപ്പൊ കുറെ പലതരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ ഉള്ള ഒരു സ്ഥലമാണിത്. പക്ഷെ ഇവിടെ അപ്പൊ നമുക്ക് എന്തായിരിക്കും ഇവിടെ റെഫറൻസ് ഫോറസ്റ്റ്? ഇപ്പൊ ഇതേ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇതേ ഏരിയയിലുള്ള അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത, ഉദാഹരണത്തിന് ഒരു വന്യജീവി സങ്കേതം ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ഉണ്ട്, ആ സ്ഥലമായിരിക്കും, അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കും അവിടുത്തെ റെഫറൻസ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിനെ ഈ ഒരു സ്ഥലം പോലെ മാറ്റിയെടുക്കലാണ് ആവാസവ്യവസ്ഥ പുനഃസ്ഥാപനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല സന്ദർഭങ്ങളിലും ഈ പുനഃസ്ഥാപനം നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതായത് പ്രകൃതി തന്നെ അതിൻ്റെതായ രീതിയിൽ ഉള്ള തിരിച്ചുവരവ് നടത്തും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ തിരിച്ചുവരവ് അത്ര ഫലപ്രദമാവണമെന്നില്ല. പല സമയത്തും ഇതിന് ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം സമയമെടുക്കും. ഒരുപാട് കാലം എടുത്തിട്ടേ പ്രകൃതിയായിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങനെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഇത്രയും കാലം പ്രകൃതിയുടെ തിരിച്ചുവരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമയത്ത് പറ്റണം എന്നില്ല. ആ ഒരു സമയത്തിനുള്ളിൽ ചിലപ്പോൾ അവിടെ മാത്രം കാണപ്പെടുന്ന പല ചെടികൾ ഉണ്ടാവും, ജീവജാലങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല ജീവികൾക്കും വംശനാശം സംഭവിച്ചേക്കാം അത്രയും കാലം നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം ഇങ്ങനത്തെ പല സാഹചര്യങ്ങളിലും വളരെ അത്യാവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം എപ്പോഴാണ് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം അത്യാവശ്യമായിട്ട് വരുന്നത്. അതിൽ ഒരു ഉദാഹരണമാണ് ആ ഒരു സ്ഥലം അധിനിവേശ സസ്യങ്ങളുടെയോ ജീവികളുടെയോ സാന്നിധ്യമുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ. ഉദാഹരണത്തിന് ഈ കൊങ്ങിണി പൂവ് എന്ന് പറയുന്ന ലണ്ടാന കമാര എന്നുള്ള ചെടി വളരെ വല്ലാണ്ട് ഡെൻസ് ആയിട്ട് വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ തനിയെ മറ്റ് ചെടികൾക്ക് വളർന്നു വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറൊരു മരത്തിനെയും വേറൊരു ചെടികളെയും ഈ ഒരു കൊങ്ങിണിപ്പൂവ് അവിടെ വളർന്നു വരാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സന്ദർഭം വന്നാല് നമുക്ക് അവിടെ മനുഷ്യന്റെ ഇടപെടലുകൾ വഴി ഇതിനെ മാറ്റിയെടുക്കേണ്ടി വരും. അപ്പൊ അത് പുനഃസ്ഥാപനം അത്യാവശ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. വേറൊരു സന്ദർഭം എന്ന് പറഞ്ഞാല് തുടർച്ചയായിട്ടുള്ള തീ, കന്നുകാലികളുടെ മേച്ചില്, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് മണ്ണിലെ വിത്ത് ബാങ്ക് അഥവാ വിത്ത് ശേഖരം പലപ്പോഴും നശിച്ചു പോകും. മണ്ണിൽ വിത്ത് ശേഖരം ഇല്ലെങ്കിൽ പിന്നീട് പുതുതായിട്ട് വിത്തുകൾ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഇല്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ മനുഷ്യന്റെ ഇടപെടലുകൾ അവിടെ വേണ്ടി വരും. പിന്നെ വേറൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ചെറിയൊരു ഫ്രാഗ്മെന്റ് പോലുള്ള ഒരു സ്ഥലമാണ്. അവിടെ കായ്ക്കുന്ന മരങ്ങളില്ല എന്ന് വിചാരിക്കുക. അപ്പൊ കായ്ക്കുന്ന മരങ്ങളില്ലെങ്കിൽ വിത്തുകൾ വരാനും സാധ്യതയില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലും ചിലപ്പോൾ മനുഷ്യനായിട്ട് അവിടെ വിത്ത് കൊണ്ടിടുക അല്ലെങ്കിൽ വിത്ത് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ചെയ്യേണ്ടി വരും. അതും ഒരു പുനഃസ്ഥാപനത്തിനുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. പിന്നീടുള്ളത് ഇപ്പൊ തദ്ദേശീയ വൃക്ഷങ്ങൾക്ക് പകരം നമ്മൾ പ്ലാന്റേഷനുകളോ നാണ്യവിളകളോ നട്ട സ്ഥലങ്ങളാണെങ്കിൽ അവിടെയും ഇതേപോലെ തനിയെ വളർന്നു വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ അടുത്തൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ ഉപേക്ഷിക്കപ്പെട്ട എന്നാൽ മുൻപ് കൃഷി ചെയ്തിരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇതൊരു പണ്ട് കാപ്പി കൃഷി ചെയ്തിരുന്ന എന്നാൽ ഇപ്പൊ കൃഷി ചെയ്യാത്ത ഒരു സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളിലും ഒരുപാട് കാലം കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് പൊതുവെ മണ്ണിന് കുറെ വ്യത്യാസങ്ങൾ വരും. മണ്ണിലെ പോഷക ഗുണങ്ങൾ കുറയും. വേറെയും കുറെ വ്യത്യാസങ്ങൾ മറ്റു മരങ്ങളെ അനുവദിക്കാതെ വരും. അങ്ങനത്തെ സന്ദർഭത്തിൽ നമുക്ക് ചിലപ്പോൾ പുനഃസ്ഥാപനം അത്യാവശ്യമായിട്ട് വരും. ഏറ്റവും അവസാനം മണ്ണിലെ ജൈവാംശവും പോഷകങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥ, മണ്ണ് വളരെ മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ഒരു ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം അത്യാവശ്യമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ മാത്രമാണ്. ഇതുപോലത്തെ ഒരുപാട് അധികം സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉഷ്ണമേഖലാ മഴക്കാടുകൾ അവയുടെ പുനഃസ്ഥാപനത്തിനെ കുറിച്ചാണ്. നമ്മൾ പലതരം ആവാസ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ എനിക്ക് കൂടുതൽ പരിചയമുള്ളത് ഉഷ്ണമേഖലാ മഴക്കാടുകളും അവയുടെ പുനഃസ്ഥാപനവും അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഉഷ്ണമേഖലാ മഴക്കാടുകൾ അഥവാ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ്. അത് ഈ മാപ്പിൽ കാണുന്നത് പോലെ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഉയർന്ന നിരക്കിൽ മഴയും അതേപോലെ നല്ല ചൂടും ഉള്ള പ്രദേശങ്ങളിലാണ് ഈ തരത്തിലുള്ള വനങ്ങൾ വളരുന്നത്. ഏകദേശം 2000 മില്ലിമീറ്ററിന് മുകളിൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള വനങ്ങൾ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത് കാണുന്നത് പശ്ചിമഘട്ടത്തിലാണ്, പിന്നെ വടക്ക് കിഴക്കൻ മേഖലകളിൽ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും.
ആണ് ഈ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണുന്നത്. ഇപ്പൊ നമുക്ക് വലതുവശത്തുള്ള ചിത്രം നോക്കിയാൽ ഇവിടെ ഒരു ഘടന മനസ്സിലാവും. ഇതൊരു ചെറിയ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. പക്ഷെ ഇവിടെ ഘടന നോക്കുകയാണെങ്കിൽ നമുക്ക് പല ലെയറുകളായിട്ടായിരിക്കും ഒരു മഴക്കാട് ഉണ്ടാവുക. അതിന്റെ ഏറ്റവും ഉയർന്ന ലെയറിനെ നമ്മൾ കനോപ്പി ലെയർ എന്ന് പറയും. അതായത് ഏകദേശം 45 മീറ്റർ ഉയരമുള്ള വളരെ ഉയർന്ന മരങ്ങള്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് പല പല ലെയറുകളായിട്ട് മരങ്ങളും ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നു. അതിൽ ഓരോ ലെയറുകളും പലതരം ജീവികളുടെ ആവാസ വ്യവസ്ഥയായിരിക്കും. അപ്പൊ അത് വളരെ എന്താ പറയുക സങ്കീർണമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഈ ഘടന, സങ്കീർണമായിട്ടുള്ള ഘടന കൂടാതെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളും ഇവിടെ ഉണ്ടാവും. ഇപ്പൊ മരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങള്, അതേപോലെ ചില മരങ്ങള് ചില സഹവർത്തിത്വങ്ങൾ അഥവാ മ്യൂച്വലിസങ്ങള്, ചില മരങ്ങളും അല്ലെങ്കിൽ ജീവികളും പരസ്പരം തമ്മിലുള്ള കോമ്പറ്റീഷൻ, അങ്ങനെ പലതരത്തിലുള്ള സഹവർത്തിത്വങ്ങളും പലതരത്തിലുള്ള ഇന്ററാക്ഷനുകളും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ശോഷണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ച് അതേ സങ്കീർണതയിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അവിടേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം അങ്ങനത്തെ ഒരു സ്ഥലത്തിനെ പുനഃസ്ഥാപനം നടത്തുന്നത്. ഈ ഇത്തരത്തിലുള്ള മഴക്കാടുകൾ ഇന്ന് പലതരത്തിലുള്ള ത്രെറ്റ്സ് അഥവാ ഭീഷണികൾ നേരിടുന്നുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, അതായത് എണ്ണപ്പനകള്, തേയില, കാപ്പി അങ്ങനത്തെ തോട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വളരെ വലിയ റീജിയനിൽ ഇത് മൊത്തം വെട്ടി നശിപ്പിച്ച് ഇങ്ങനത്തെ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഭീഷണിയാണ് ഇങ്ങനത്തെ നിത്യഹരിത വനങ്ങൾക്ക്. വേറെ ഭീഷണികൾ എന്തൊക്കെയാന്ന് വെച്ചാല് മരത്തിനും തടിക്കൊക്കെ വേണ്ടിയിട്ട് അതിനെ വെട്ടി നശിപ്പിക്കുന്നത്, അതേപോലെ തീ, അങ്ങനത്തെ പല പല ത്രെറ്റുകൾ ഈ നിത്യഹരിത വനങ്ങൾ ഇന്ന് നേരിടുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ നിത്യഹരിത വനങ്ങളുടെ പുനഃസ്ഥാപനം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രണ്ട് വാക്കുകൾ, ഒന്ന് വനവൽക്കരണവും പിന്നെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനമാണ്. ആദ്യം തമ്മിലുള്ള ഒരു വ്യത്യാസം ചെറുതായിട്ട് പറയാം. വനവൽക്കരണം എന്ന് പറഞ്ഞാല് ഏത് തരത്തിലുള്ള മരത്തോട്ടങ്ങളും വെച്ചുപിടിപ്പിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് തേക്ക് വെച്ചുപിടിപ്പിക്കുകയാണ് ഒരു വലിയ ഏരിയയിൽ, അല്ലെങ്കിൽ റബ്ബർ വെച്ചുപിടിപ്പിക്കുകയാണ്, അതിനെ വനവൽക്കരണം എന്ന് കണക്കാക്കാവുന്നതാണ്. അത് പലപ്പോഴും തടി, പേപ്പർ അതുപോലുള്ള മെറ്റീരിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സമയത്തൊക്കെ കാർബൺ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ട് നമ്മൾ വനവൽക്കരണം നടത്താറുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ഈ വനവൽക്കരണം എന്നുള്ളത് മറ്റ് ജന്തുജീവജാലങ്ങൾക്ക് അനുയോജ്യമാവണം എന്നില്ല. അതേസമയം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാരിസ്ഥിതിക സംരക്ഷണത്തിനും ജൈവവൈവിധ്യ പരിപാലനത്തിനും കൂടി വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് പലതരം ഇന്ററാക്ഷനുകൾ ഉണ്ട്, അതിന്റെ സങ്കീർണമായിട്ടുള്ള ഘടനയുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഈ സങ്കീർണമായിട്ടുള്ള ഘടനയും അതേപോലെ ഒരുപാട് തദ്ദേശീയ സ്പീഷീസുകളെ, എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസുകളെയും വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് തമ്മിൽ വനവൽക്കരണം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം തമ്മിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എന്നുള്ളതിനെയാണ്. അപ്പൊ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന് പല ഘട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു ശോഷിച്ച ആവാസ വ്യവസ്ഥ നമ്മൾ കണ്ടു. പക്ഷെ നമുക്ക് മനസ്സിലാക്കണം അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആവാസ വ്യവസ്ഥ അവിടെ ഏതാണെന്ന് തിരിച്ചറിയണം. നമ്മൾ റെഫറൻസ് സൈറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിന് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. അപ്പോ പശ്ചിമഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം പലതരം വനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇലപൊഴിയും വനങ്ങൾ എന്ന് പറയുന്നത് ഡെസിഡിയസ് ഫോറസ്റ്റുകളുണ്ട്. പിന്നെ എവർഗ്രീൻ ഫോറസ്റ്റ് അഥവാ നിത്യഹരിത വനങ്ങളുണ്ട്. പിന്നെ ചോലക്കാടുകളും പുൽമേടുകളും അഥവാ ഗ്രാസ് ലാൻഡ്സ്, ഷോല ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട്. ഈ ആവാസ വ്യവസ്ഥകള് അവിടെ വരുന്നതിന് നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഓരോ സ്ഥലത്തും ഏത് ആവാസ വ്യവസ്ഥയാണ് ഉള്ളത് എന്നതിനെ നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആ സ്ഥലത്തെ കാലാവസ്ഥ, അവിടെ എത്രത്തോളം മഴ കിട്ടുന്നു, അവിടെയുള്ള വേനൽക്കാലത്തിന്റെ ദൈർഘ്യം എത്രയാണ്, അതുപോലെ ഇപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കേസിലാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഏത് ചെരുവിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിലാണെങ്കിൽ കുറച്ചുകൂടി നിത്യഹരിത വനങ്ങളും കിഴക്കൻ ചെരുവിലാണെങ്കിൽ കുറച്ചുകൂടി ഡെസിഡിയസ് ഫോറസ്റ്റുകളുമാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഏത് ആവാസ വ്യവസ്ഥയാണ് വരേണ്ടത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് എന്ന് നിർണ്ണയിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഉദാഹരണം വെച്ചിട്ട് പറയാം.
ഇത് പുൽമേടുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ്. പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിലെ ഷോല പുൽമേടുകൾ എന്ന് പറയുന്നത് വളരെ ഹയർ ഓൾട്ടിറ്റ്യൂഡില് ഏകദേശം 1600 മീറ്ററിന് മുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയാണ്. പക്ഷെ പലപ്പോഴും ഇതൊരു ആവാസ വ്യവസ്ഥയാണ്, ഇത് അങ്ങനത്തെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ അവിടെ ആ പുൽമേടുകളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ പുൽമേടുകളിൽ അക്കേഷ്യ വാറ്റിൽസ് എന്ന് പറയുന്ന അക്കേഷ്യ വെച്ചുപിടിപ്പിച്ചൊരു സന്ദർഭമാണ് ഇത്. അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി ഈ പുൽമേടുകളിൽ മാത്രം കാണപ്പെടുന്ന പലതരം ജീവജന്തുജാലങ്ങളുടെ നാശത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏത് ആവാസ വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്, അത് എന്താണെന്ന് തിരിച്ചറിയുന്നത്, അതിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത്. അതുകൊണ്ട് പുൽമേടുകൾ ഒരിക്കലും ഒരു വനമായിട്ട് തീർക്കാൻ പാടില്ല. പുൽമേടുകളായിട്ടും വനങ്ങളായിട്ടും നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആദ്യത്തെ ഘട്ടം മുൻപുണ്ടായിരുന്ന ആവാസ വ്യവസ്ഥ ഏതാണെന്ന് തിരിച്ചറിയലാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് ഈ ഒരു തിരിച്ചുവരവ് അഥവാ നാച്ചുറൽ റീജനറേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിന് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കുക എന്ന് പറയാം. ഉദാഹരണത്തിന് പ്രകൃതിയിൽ ഇപ്പൊ ഒരു ഇടതൂർന്ന ഒരു വനം, അതിൽ ഒരു മരം വീണ് കിടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരു മരം വീണ് കഴിഞ്ഞാൽ അവിടെ അതിനാണ് ട്രീ ഫോൾ ഗ്യാപ്പ് അഥവാ പ്രകൃതിദത്തമായ തുറസ്സുകളാണ്. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെ വനം തിരിച്ചു വരുന്നു നമുക്ക് പ്രകൃതിയെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ ചുറ്റുപാടും കായ്ക്കുന്ന മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ നിന്ന് വിത്തുകൾ വീണ് അവിടെ ആ വിത്തുകൾ മുളച്ച് പുതിയ ചെടികളായിട്ട് വരാം. അതേപോലെ അവിടെ പലതരത്തിലുള്ള പഴന്തീനികളായിട്ട് ചില ജീവികളുണ്ട്, വേഴാമ്പലുകളുണ്ട്, വവ്വാലുകളുണ്ട്, ആനയുണ്ട്. അങ്ങനത്തെ ജീവികളെല്ലാം അവിടേക്ക് വിത്തുകൾ കൊണ്ടുവന്ന് വിത്ത് വിതരണം നടത്തി പുതിയ വിത്തുകൾ വന്നു കഴിഞ്ഞാൽ അവ മുളച്ച് പുതിയ ചെടികളാവും. അത് കൂടാണ്ട് ഇവിടെ മണ്ണില് വിത്ത് ശേഖരമുണ്ട്, അതിന്ന് വിത്ത് മുളച്ചു വരുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് വെളിച്ചപ്പോ ഒരു മരം വീണ് കഴിയുമ്പോൾ അവിടെ പെട്ടെന്ന് വരുന്ന വെളിച്ചത്തില് അവിടെ അത്രയും കാലം നിലനിന്നിരുന്ന പല മരത്തൈകളും പെട്ടെന്ന് വളർന്ന് ആ ഒരു സ്ഥലം ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഇതാണ് പ്രകൃതിയിൽ നടക്കുന്നത്. പക്ഷേ ചില സമയത്ത് ഈ ഒരു പ്രകൃതിദത്ത പുനരുജ്ജീവനത്തിന് തടസ്സങ്ങൾ ഉണ്ടാവും. ആ തടസ്സങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ വിത്ത് വിതരണം. ചില സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സസ്തനികളും പക്ഷികളും വിത്ത് വിതരണത്തിന് സഹായിക്കുന്ന ഇവയൊന്നും ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. മനുഷ്യന്റെ ഇടപെടലുകളൊക്കെ കാരണം ഇങ്ങനത്തെ ജീവികൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വിത്ത് വരല് കുറയും. വിത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള പുനരുജ്ജീവനം തടസ്സപ്പെടും. അപ്പൊ അതൊരു തടസ്സമാണ്. അതേപോലെ പെട്ടെന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമ്പോൾ വിത്ത് നശിപ്പിക്കുന്ന ഒരുപാട് ജീവികൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സീഡ് പ്രെഡേറ്റേഴ്സ്, അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മയിലുകൾ. അപ്പൊ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ പൊതുവെ മയിലുകളോ അതുപോലത്തെ മറ്റ് സീഡ് പ്രിഡേറ്റേഴ്സോ വന്നിട്ട് വിത്തുകളൊക്കെ തിന്ന് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും അതൊരു തടസ്സമായിട്ട് വരും. പിന്നെ ചില സമയത്ത് വിത്ത് ശേഖരം തന്നെ നശിപ്പിക്കപ്പെടാം. നമ്മൾ ഓരോ തീയൊക്കെ കാരണം വിത്ത് ശേഖരം നശിപ്പിക്കപ്പെടാം. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് വിത്ത് അവിടെ വരുന്നതിന് ഇല്ലാതാവാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു തടസ്സം അവിടെ സ്വാഭാവികമായ പുനരുജ്ജീവനത്തിൽ ഉണ്ടായിരുന്നു. അടുത്തൊരു ഘട്ടം വിത്ത് വന്നു, ഈ തടസ്സങ്ങളൊന്നും ഇല്ല, വിത്ത് അവിടെ വന്നു എന്നുണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കലാണ് അടുത്ത ഘട്ടം. ചില സമയത്ത് വിത്ത് മുളയ്ക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ മണ്ണിന്റെ ചില ഘടനയൊക്കെ അനുയോജ്യമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ സൂക്ഷ്മ കാലാവസ്ഥ അഥവാ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടുത്തെ തണല് വെളിച്ചം അതൊക്കെ വെച്ചിട്ടുണ്ടാവുന്ന ഒരു കാലാവസ്ഥയാണ് സൂക്ഷ്മ കാലാവസ്ഥ എന്ന് പറയുന്നത്. ആ സൂക്ഷ്മ കാലാവസ്ഥ ഒരു വിത്ത് മുളയ്ക്കുന്നതിന് അനുയോജ്യമല്ലെങ്കിൽ ആ വിത്ത് അവിടെ മുളയ്ക്കില്ല. അപ്പൊ ഈ തടസ്സങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ വരാം. അവസാനമായിട്ട് ഇനി വിത്ത് മുളച്ചു എന്നുണ്ടെങ്കിൽ തന്നെ മുളച്ച വിത്ത് അത് നിലനിന്ന് അത് വളർന്നു വരണം. അതിന് പലതരത്തിലുള്ള അധിനിവേശ സസ്യങ്ങള് അല്ലെങ്കിൽ കന്നുകാലി മേച്ച് തുടർച്ചയായിട്ടുള്ള തീ ഇങ്ങനെ പല ഘടകങ്ങൾ കാരണം ആ ഒരു വൃക്ഷത്തൈകളുടെ നിലനിൽപ്പും വളർച്ചയും തടസ്സപ്പെടും. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടുള്ള പുനരുജ്ജീവനത്തിൽ വരാം. ആ തടസ്സങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അവിടെ ഏത് തരത്തിലുള്ള ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം നടത്തണം എന്ന് തീരുമാനിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘട്ടം. അവസാനത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതന്നെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത്. അതിന് പല വഴികളുണ്ട്. ഒരു വഴി എന്ന് പറഞ്ഞാല് പ്രകൃതിദത്തമായിട്ടുള്ള പുനരുജ്ജീവനത്തിനെ മനുഷ്യൻ സഹായിക്കുക.
അതായത് ആക്സിലറേറ്റിംഗ് നാച്ചുറൽ റീജനറേഷൻ അഥവാ പാസീവ് റെസ്റ്റോറേഷൻ എന്ന് പറയും. വേറൊരു ഉദാഹരണം എന്ന് വെച്ചാൽ സജീവ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, അതായത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ആക്റ്റീവായിട്ട് റിസ്റ്റോർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറുതായിട്ടൊന്ന് പറയാം. പ്രകൃതിദത്ത പുനരുജ്ജീവനത്തിന് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് കാണാം ചുറ്റുമല, ഇതൊരു ശോഷിച്ചൊരു ഒരു ഏരിയയാണ്, ആവാസ വ്യവസ്ഥയാണ്. പക്ഷെ അതിന് ചുറ്റുമനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിത്ത് വിതരണം നടത്തുന്ന ജീവികൾക്ക് ഒരു ആവാസ വ്യവസ്ഥയാണ്. അതേപോലെ ഈ ചുറ്റുള്ള മരങ്ങളിൽ നിന്ന് വിത്ത് വിതരണം നടന്നിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ വിത്ത് എത്താനും സാധ്യതയുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചില മരങ്ങളിൽ നിന്ന് വീണ്ടും മുള പൊട്ടുന്നുണ്ട്. പ്രകൃതിദത്തമായിട്ട് ഒരുപാട് മരത്തൈകൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രകൃതിദത്തമായിട്ടുള്ള പുനരുജ്ജീവനത്തിനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ആകെ ചെയ്യാവുന്നത് അതിനെ സഹായിക്കാം എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞത് പാസീവ് റെസ്റ്റോറേഷൻ. അതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവിടെ നിലനിൽക്കുന്ന വൃക്ഷങ്ങളെ സംരക്ഷിക്കുക. രണ്ടാമത്തെ ഒരു ഘട്ടം ഇപ്പൊ അവിടെ അധിനിവേശ സസ്യങ്ങളുണ്ട്, ഇപ്പൊ ലന്താന, അരിപ്പൂ ചെടി പോലുള്ള ചെടികൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക. ഇപ്പൊ കന്നുകാലികളുടെ മേച്ചിൽ തുടർച്ചയായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുക. അറ്റ്ലീസ്റ്റ് കുറച്ച് ഈ ഒരു മരങ്ങൾ കുറച്ച് ഉയരം എത്തുന്നത് വരെയെങ്കിലും അതിനെ നിയന്ത്രിക്കുക. പിന്നെ തുടർച്ചയായിട്ടുള്ള തീ ഉണ്ടെങ്കിൽ നിയന്ത്രിക്കുക. അവസാനമായിട്ട് അവിടേക്കുള്ള വിത്ത് വിതരണം മെച്ചപ്പെടുത്താനുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിനൊരു ഉദാഹരണം എന്താന്ന് വെച്ചാൽ വിത്ത് വിതരണം മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യം, വളരെ തുറസായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് കൃത്രിമമായിട്ടുള്ള പക്ഷി ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെക്കാം. അതിനെ ആർട്ടിഫിഷ്യൽ ബേർഡ് പർച്ചസ് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയാൽ പക്ഷികൾ അവിടെ വന്നിരുന്ന് വിത്ത് വിതരണം നടത്തുന്ന പക്ഷികളാണെങ്കിൽ താഴെ കാഷ്ടിച്ച് വിത്തുകളൊക്കെ താഴെ വളരും. ഇപ്പൊ ഈ ഇതൊരു കമ്പാരിസൺ ആണ്. അതിൽ ആദ്യത്തേതില് പക്ഷിയിരിപ്പിടങ്ങൾ ഇല്ലാത്തൊരവസ്ഥയും ഇത് പക്ഷിയിരിപ്പിടങ്ങൾ ഉള്ള ഒരവസ്ഥയാണ്. ഉള്ളൊരവസ്ഥയിൽ നമുക്ക് കാണാം നിറയെ വിത്തുകളും മറ്റു കാര്യങ്ങളും പക്ഷികളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇരിപ്പിടങ്ങൾ വെച്ചാൽ അതിന്റെ താഴെ നിറയെ വിത്തുകൾ വന്ന് അവിടെ ചെറുതായിട്ട് വൃക്ഷത്തൈകൾ മുളച്ചു വരാൻ തുടങ്ങും. അപ്പൊ ഇത് ഒരു ഉദാഹരണമാണ്. നമുക്ക് പ്രകൃതിദത്തമായ പുനരുജ്ജീവനത്തിന് മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്ന പാസീവ് റെസ്റ്റോറേഷന് ഒരു ഉദാഹരണമാണിത്. വേറൊരു വഴി എന്താന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് വിത്തിടാം. നമ്മുടെ കയ്യിൽ വിത്ത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലായിട്ട് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ് സീഡിംഗ് എന്നാണ് പറയുക. ആ വിത്തുകൾ മുളച്ചു വന്ന് അവിടെ ചെടികൾ ഉണ്ടാവാം. അപ്പോ അതും ഒരു ഉദാഹരണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ പ്രകൃതിദത്ത പുനരുജ്ജീവനം ഫലവത്താവില്ല. ചില സമയങ്ങളിൽ നമുക്ക് മരങ്ങൾ നട്ട് തന്നെ അതിനെ പുനഃസ്ഥാപിക്കേണ്ടി വരും. അതിനെയാണ് സജീവ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എന്ന് പറയുന്നത്, അഥവാ ആക്റ്റീവ് റെസ്റ്റോറേഷൻ. അതിന് ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് ഈ ഫ്രെയിംവർക്ക് സ്പീഷീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ചില പ്രത്യേകതകളുള്ള വൃക്ഷ ഇനങ്ങളെ തെരഞ്ഞെടുത്ത് അത് നട്ട് അവിടെ ഒരു ചെറിയ മരം ഉണ്ടാക്കുക. ഈ വന്ന മരങ്ങൾ പിന്നെ അടുത്ത് വരുന്ന മരങ്ങൾക്ക് ഒരു സഹായമാകും. അങ്ങനെ അത് തുടർച്ചയായിട്ട് തുടർന്നു പോയിക്കൊണ്ടിരിക്കും. അതിനുള്ള ചില പ്രത്യേകതകൾ ഈ മരങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, ഈ മരങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാവണം എന്നുള്ളതാണ് ഇത്. അത് ആവാസ വ്യവസ്ഥയ്ക്ക് യോജിക്കുന്ന തദ്ദേശീയ ഇനം മരങ്ങളാവണം. അതിന് ഉയർന്ന അതിജീവന ശേഷി അഥവാ സർവൈവൽ ഉണ്ടാവണം. പെട്ടെന്ന് നശിച്ചു പോകുന്ന മരങ്ങളാവരുത്. ഉയർന്ന വളർച്ചാ നിരക്ക്, പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന മരങ്ങളാവണം. പിന്നെ വന്യജീവികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മരങ്ങളായിരിക്കണം. അതായത് നല്ല വന്യജീവികൾക്ക് ആകർഷണമായ പഴങ്ങളൊക്കെ ഉള്ള തരത്തിലുള്ള മരങ്ങളാവണം. പെട്ടെന്ന് വളർത്താൻ സാധിക്കുന്ന മരങ്ങളാവണം. അതേപോലെ ആ ഒരു പ്രദേശത്തിന് വലിയ വിത്തുകളിലെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള മരങ്ങളാണ്. ഇങ്ങനത്തെ മരങ്ങളെ സെലക്ട് ചെയ്ത് ഏകദേശം 20 മുതൽ 30 വരെ ഇനം പ്രത്യേക മരങ്ങൾ എടുത്തിട്ട് അതിനെ അവിടെയായിട്ട്, അതായത് ഒരു പ്രത്യേക ക്രമം ഇല്ലാതെ പ്ലാന്റേഷൻ പോലെയല്ല, ഒരു അവിടെയായിട്ട് നട്ട് അതിനാവശ്യമായിട്ട് വെള്ളവും വളവും ഒക്കെ നൽകി കഴിഞ്ഞാൽ ആ രീതിയാണ് ഫ്രെയിംവർക്ക് സ്പീഷീസ് മെത്തേഡ് എന്നുള്ള സജീവ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം ഉണ്ട്. ഇപ്പൊ ഞാൻ പല പുനഃസ്ഥാപനത്തിന്റെ ചില പ്രധാന ഘട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ ഇനി ചില അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ഈ അനുഭവങ്ങൾ ആനമല മലനിരകളിൽ വാൽപ്പാറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ നിന്നുള്ള ചില അനുഭവങ്ങളാണ്. വാൽപ്പാറ എന്ന് പറഞ്ഞാല് ആനമലൈ ടൈഗർ റിസർവ്, അതുപോലെ ഷോളയാർ ടൈഗർ റിസർവ്, പറമ്പിക്കുളം റിസർവോയർ, ഇതിനെയൊക്കെ ബൗണ്ടറി ചെയ്ത്
അതിന്റെ ഉള്ളിലുള്ള ഒരു പ്ലാറ്റ്യൂ പോലത്തെ സ്ഥലമാണ് വാൽപ്പാറയിൽ നിന്നുള്ളത്. അവിടെ പ്രധാനമായിട്ടും തേയില കൃഷിയാണുള്ളത്. പക്ഷെ തേയില കൃഷിയുടെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ഇതേപോലത്തെ ഫോറസ്റ്റ് ഫ്രാഗ്മെന്റുകളും അതിലുണ്ട്. അപ്പൊ നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷനിൽ ചില ഗവേഷകര് ഈ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് അവിടെ ഈ ഒരു പുനഃസ്ഥാപനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ചില കഥകൾ, അതിന്റെ കുറച്ച് അനുഭവങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോണത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഒരു ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന്റെ പല സ്റ്റെപ്പുകൾ. അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് അതിന്റെ റെഫറൻസ് സൈറ്റുകൾ, മാതൃകാ ഇടങ്ങൾ കണ്ടെത്തിയിട്ട് അവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുക എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ്. അതാണ് അതിന്റെ രൂപരേഖ. അതിന്റെ തുടക്കത്തിലുള്ള ആദ്യം ചെയ്യേണ്ട 2 സ്റ്റെപ്പുകൾ ഇതാണ്. അത് കഴിഞ്ഞ ഒരു രൂപരേഖ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നടപ്പിലാക്കലാണ്. നടപ്പിലാക്കലിലാണ് ഈ പലതരത്തിലുള്ള മറ്റ് ഘട്ടങ്ങൾ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സമയമെടുക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ തദ്ദേശീയ വൃക്ഷ ഇനങ്ങൾ വളർത്താൻ ഒരു നഴ്സറി ആരംഭിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ നഴ്സറിയിൽ ഇതേപോലെ മരങ്ങൾ നട്ടു വളർത്തുക. മരങ്ങൾ നട്ടു വളർത്തി കഴിഞ്ഞ് അത് ഏകദേശം 2-3 വർഷത്തോളം നഴ്സറിയിൽ വളർത്തി കഴിഞ്ഞാൽ മാത്രമേ അത് തിരിച്ച് നമ്മൾ ഒരു ശോഷിച്ചൊരു ആവാസ വ്യവസ്ഥയിൽ കൊണ്ടുപോയി നടാൻ സാധിക്കുള്ളൂ. അങ്ങനെ നടുന്നതിന് മുൻപ് ആദ്യം നമ്മൾ നടിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരും. അവിടെയുള്ള അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷത്തൈകൾ അവിടെ നടുക. നട്ടു കഴിഞ്ഞാലും അത് തീരുന്നില്ല, അതിന്റെ പുരോഗതി വിലയിരുത്തണം. എത്രത്തോളം പുരോഗതി വരുന്നുണ്ട് അവിടെ നോക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുരോഗതിക്ക് അനുസരിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ വേണമെങ്കിൽ ചില സമയത്ത് ചില വൃക്ഷത്തൈകൾ അതിന് യോജിച്ചതായിരിക്കില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള തിരുത്തലുകളും നടത്തേണ്ടി വരും. ഇതാണ് പല സ്റ്റെപ്പുകൾ. അതിൽ ഓരോ സ്റ്റെപ്പുകളെ കുറിച്ചും ചെറുതായിട്ട് പറയാം. ആദ്യം പറഞ്ഞത് ഒരു നഴ്സറി ആരംഭിച്ചിട്ട് അതില് ഈ പറഞ്ഞ പോലെ മരങ്ങൾ നട്ട് വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ വാൽപ്പാറയിലെ ഈ ഒരു റെയിൻ ഫോറസ്റ്റ് ട്രീ നഴ്സറിയിൽ ഏകദേശം 160ഓളം വ്യത്യസ്ത മരങ്ങളുണ്ട് ഈ കാണുന്നത്. അതിനെ അത്രയും പലതരം സ്പീഷീസുകളെ വിത്ത് ശേഖരിച്ച് അവയെല്ലാം വളർത്തി എടുക്കുന്നുണ്ട് ഇവിടെ. അത് കൂടാണ്ട് നമ്മൾ നേരത്തെ വിത്ത് നശിപ്പിക്കുന്ന ജീവികളെ കുറിച്ച് പറഞ്ഞു. ചില വിത്തുകൾ കൂടുതൽ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ വിത്തുകൾ, അങ്ങനെയുള്ള ചെടികളും വിത്തുകളും ഇതേപോലത്തെ ഒരു വിത്ത് നശിപ്പിക്കുന്ന ജീവികളെ ഒഴിവാക്കാൻ പറ്റിയ ഒരു ഘടന പോലെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിനുള്ളിൽ സംരക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഈ വിത്തുകൾ നടുന്നത് നമ്മൾ പോളി ബാഗുകളിലാണ്. ഇതേപോലത്തെ പോളി ബാഗുകളിൽ അതിൽ 1:1:6 എന്ന അനുപാതത്തിൽ മണല്, കമ്പോസ്റ്റ്, മണ്ണ് എന്നിവ നിറച്ചിട്ട് ആണ് ഈ വിത്തുകൾ നടുന്നത്. എന്നിട്ട് അതിനെ വളർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഇത് മിക്കവാറും റെയിൻ ഫോറസ്റ്റ് ട്രീകളാണ്. അതായത് നമ്മുടെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലെ മരങ്ങളാണെന്നുള്ളത്. അതിന്റെ പല സമയത്തും അതിന് തണൽ ആവശ്യം വരും. അപ്പൊ പല അളവിൽ തണൽ നൽകിയിട്ടാണ് ഈ വൃക്ഷത്തൈകൾ ഈ നഴ്സറിയിൽ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു നഴ്സറിയിൽ ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. പക്ഷെ വളർത്തിയെടുക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് വിത്ത് വേണം. വിത്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനെ വളർത്തിയെടുക്കാൻ പറ്റൂ. അപ്പൊ വിത്ത് ശേഖരണത്തിനും ചില പ്രത്യേകതകളുണ്ട്. സാധാരണ എനിക്ക് റോഡരികളിലോ കാട്ടുപാതകളിലോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ പുതുതായിട്ട് വീണ വിത്തുകൾ ശേഖരിക്കാറുള്ളൂ. സാധാരണ ഇപ്പൊ കാടിന്റെ ഉള്ളിൽ നിന്ന് ശേഖരിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ കാടിന്റെ ഉള്ളില് സ്വാഭാവികമായിട്ട് വിത്തുകൾ വീണ് കഴിയുമ്പോൾ അവിടെ തന്നെ വളർന്നു വരേണ്ടതാണ്. അത് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് നീതിയല്ല എന്നുള്ളതുകൊണ്ട് കാടിന്റെ ഉള്ളിൽ നിന്ന് എടുക്കില്ല. പക്ഷെ സാധാരണ ഗതിക്ക് ഇതേപോലെ റോഡ് സൈഡുകള്, കാട്ടുപാതകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കും. എന്നിട്ട് ഇപ്പൊ ശേഖരിക്കുന്ന വിത്ത് അവിടെ വെച്ച് തന്നെ അതിന്റെ ഇല, മരം എന്നൊക്കെ നോക്കി അത് ഏത് ഇനം, ഏത് സ്പീഷീസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രത്യേകം അടയാളപ്പെടുത്തി വെക്കണം. മാത്രമല്ല നമ്മൾ ശേഖരിക്കുമ്പോൾ പല വൃക്ഷങ്ങളിൽ നിന്ന് എടുക്കണം. ഒരേ വൃക്ഷത്തിൽ നിന്ന് എടുക്കരുത്. കാരണം നമ്മൾ ജനിതക വൈവിധ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പല മാതൃവൃക്ഷങ്ങളിൽ നിന്ന്, പല പാരന്റ് ട്രീസിൽ നിന്നായിട്ട് വിത്തുകൾ ശേഖരിക്കാൻ ശ്രമിക്കണം. വിത്തുകൾ കൂടാതെ ചില സമയങ്ങളിലൊക്കെ വഴിയരികില് ഇതേപോലെ തൈകള് വളർന്നു വരും, പ്രത്യേകിച്ച് മൺസൂണിന് ശേഷം. പക്ഷെ അത് ഇവിടെ നിലനിന്നാൽ ചിലപ്പോൾ വളർന്നു വരണം എന്നില്ല. അതൊരു വളരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റോഡാണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇത്തരം തൈകള്, വൈൽഡ് ടില്ലിങ് എന്നാണ് വിളിക്കുക, ആ തൈകൾ നമുക്ക് ശേഖരിച്ചിട്ട് നഴ്സറിയിൽ കൊണ്ടുപോയി വെക്കാവും. അപ്പൊ നഴ്സറിയിൽ 2-3 വർഷം
ഈ മരങ്ങൾ വളർത്തിയെടുത്തു എന്ന് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിന് നടീലാണ്. അപ്പൊ നടീലിനുള്ള തയ്യാറെടുപ്പ് അഥവാ സൈറ്റ് പ്രിപ്പറേഷൻ ഒരു ഘട്ടമാണ്. ഇപ്പൊ ഈ കാണുന്നത് ലെമൺ ഗ്രാസ്, ലന്താന പോലുള്ള സാധനങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെയാണ് നമ്മൾ റെസ്റ്റോറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര ഏരിയയാണ് റെസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അവിടെയുള്ള അധിനിവേശ സസ്യങ്ങളായിട്ടുള്ള കൊങ്ങിണി, ധൃതരാഷ്ട്ര പച്ച, കമ്മ്യൂണിസ്റ്റ് പച്ച തുടങ്ങിയിട്ടുള്ള എല്ലാതും വെട്ടിമാറ്റി ആ ഇടം വൃത്തിയാക്കുക. ചില സമയത്ത് ഈ കൊങ്ങിണി പോലുള്ള ചെടികൾ വേരോടെ പിഴുതു മാറ്റുന്നതായിരിക്കും ഉചിതം. കാരണം അത് മിക്കവാറും അടുത്ത മഴ കഴിഞ്ഞാൽ വേരിൽ നിന്ന് മുളച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ട് ചില ചെടികളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഓൾറെഡി നിലനിൽക്കുന്ന, അപ്പൊ നമുക്ക് കാണാം ഇവിടെ ഒരു ചെടി, അത് നിലനിൽക്കുന്ന ഒരു തദ്ദേശീയ ഇനം ചെടിയാണ്. അങ്ങനത്തെ ചെടികളെ അവിടെ നിലനിർത്തി അത് പിഴുതു മാറ്റാണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തൈകൾ നടലാണ്. ഏരിയ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ പ്രധാനമായിട്ടും മഴക്കാലത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ വൃക്ഷത്തൈകൾ നട്ടു തുടങ്ങുക. കാരണം ആ സമയത്ത് ഏറ്റവും നട്ട് കഴിഞ്ഞ ഉടനെ വളരെയധികം വെള്ളം വേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുകൊണ്ട് മൺസൂണിന്റെ ആദ്യത്തിൽ നടും. ഏകദേശം 45 മുതൽ 75 സെന്റിമീറ്റർ വരെ നീളമുള്ള തൈകളാണ് നമ്മൾ നടുക. അതിന് വേണ്ടിയിട്ട് 10 മുതൽ 15 സെന്റിമീറ്റർ വീതിയും ഏകദേശം 45 സെന്റിമീറ്റർ എങ്കിലും ആഴമുള്ള കുഴികളിട്ട് നട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ കുറച്ച് ജൈവവളവും റോക്ക് ഫോസ്ഫേറ്റും ഇട്ടുകൊടുത്ത് അതിന് കരിയിലകൾ കൊണ്ട് പൊതയിടും. എന്തിനാന്ന് വെച്ചാൽ അവിടെയുള്ള ഈർപ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മൾച്ചിടും. അങ്ങനെയാണ് വൃക്ഷത്തൈകൾ നടൽ എന്നുള്ള പ്രക്രിയ നടക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ റെസ്റ്റോറേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകൾക്ക് അനുസരിച്ചിട്ട് അത് എത്ര ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അതിന് പറ്റിയ വൃക്ഷ ഇനങ്ങളും അതിന്റെ പറ്റിയ അത്രയും എണ്ണവും എത്രയാണെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഉദാഹരണത്തിന് ഈ കാണുന്ന ഒരു ചിത്രത്തിൽ എന്താ കാണുന്നതെന്ന് വെച്ചാല് ഏതൊക്കെ സ്പീഷീസുകളാണ് ഏതൊക്കെ തരത്തിലുള്ള സ്ഥലങ്ങളിൽ പറ്റിയത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ മഞ്ഞ കാണുന്ന സ്പീഷീസുകളെല്ലാം വളരെ തണലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ സ്പീഷീസുകളാണ്. നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുള്ള, കുറച്ചുകൂടെ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ നടാൻ പറ്റിയതാണ്. അതേസമയം ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഈർപ്പമുള്ള അരുവികളുടെ കരയിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നടാൻ പറ്റിയതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം വട്ട പൊടുണ്ണി എന്നൊക്കെ പറയുന്ന ഈ ഒരു മരം അത് കൂടുതൽ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് വളർന്നു വരുന്ന ഒരു മരമാണ്. അപ്പൊ അത് നമുക്ക് അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് ഉപയോഗിക്കാം. അതേസമയം കൂടുതൽ തണലുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഈ വെടിപ്ലാവ് എന്ന് പറയുന്ന മരം, ചിലപ്പോ കുലീനിയ എക്സാർലേറ്റ എന്ന് പറയും, അത് നമ്മുടെ സിംഹവാലൻ കുരങ്ങിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മരമാണെന്ന് പറഞ്ഞിട്ട് പറയാറുള്ള ഒരു മരമാണ്. ആ ഒരു മരം തണലുള്ള സ്ഥലങ്ങളിൽ നടാൻ പാടുള്ളൂ. ആ ഒരു മരം കൊണ്ടുപോയി തുറസായ സ്ഥലങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾക്ക് അനുസരിച്ചിട്ടുള്ള സ്പീഷീസുകളെ വേണം നമുക്ക് ഈ ഒരു പുനഃസ്ഥാപനത്തിന്റെ സമയത്ത്, റെസ്റ്റോറേഷന്റെ സമയത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ നട്ട് കഴിഞ്ഞാൽ അത് ഈ ഒരു പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ അവസാനിക്കുന്നില്ല. അതിന്റെ പുരോഗതി വിലയിരുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നട്ട എല്ലാ തൈകളും അത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ട് അവയുടെ നീളം, വണ്ണം പോലെയുള്ള സാധനങ്ങൾ രേഖപ്പെടുത്തും. എന്നിട്ട് 6 മാസത്തിലൊരിക്കൽ പിന്നെയും ചെന്നിട്ട് അത് ചെക്ക് ചെയ്യും, എത്രത്തോളം ഉണ്ട്, എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ചില സമയത്ത് ചില പ്രത്യേക സ്പീഷീസുകൾ അവിടെ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ സ്പീഷീസുകൾ ആ സ്ഥലത്ത് ചേരുന്നതല്ല എന്ന്. അപ്പൊ നമ്മളത് മാറ്റി അടുത്ത തവണ നടുമ്പോൾ മാറ്റി നടന്നു. അപ്പൊ ഇതൊരു തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ്. അതിങ്ങനെ പുരോഗതി വിലയിരുത്താം, വീണ്ടും അത് മാറ്റങ്ങൾ വരുത്താം, അങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കും. ഇത് കൂടാതെ മറ്റു സൂചകങ്ങൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് വനഘടന, അതായത് സ്ട്രക്ചർ, പിന്നെ അവിടെ എത്രത്തോളം പക്ഷികൾ തിരിച്ചു വരുന്നുണ്ട്, മൃഗങ്ങൾ തിരിച്ചു വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സൂചനകളായിട്ട് ഉപയോഗിക്കാം പുരോഗതി വിലയിരുത്തുമ്പോൾ. അപ്പൊ പല ഘട്ടങ്ങള് പറഞ്ഞു. ഇനി നമുക്ക് ചില വാൽപ്പാറയിൽ നിന്നുള്ള ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന് മുൻപും ശേഷമുള്ള ചില ഫോട്ടോസ് കാണും. 2002 ഒരുവിധം പുൽമേട് പോലെ കിടന്നിരുന്ന ഒരു ഏരിയ 2010 8 വർഷത്തിന് ശേഷം ശാസ്ത്രീയമായിട്ടുള്ള പുനഃസ്ഥാപനം വെച്ച് വളർത്തിയെടുത്തിട്ടുള്ള വനമാണ് ഈ കാണുന്നത്.
അതേപോലെ 2005 ഒരു ലന്താന മറ്റേ പൂച്ചെടി ഒരുപാട് നിലനിന്നിരുന്ന സ്ഥലത്ത് അത് ക്ലിയർ ചെയ്ത് പുനഃസ്ഥാപനം നടത്തി തിരിച്ച് 2010 5 വർഷം കൊണ്ട് തന്നെ ഒരുപാട് പലതരത്തിലുള്ള മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. അവസാനമായിട്ട് ഇത് ഒരു യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ ആയിരുന്നു 2004. 6 വർഷത്തിന് ശേഷം നമുക്ക് കാണാം പലതരത്തിലുള്ള ഈ വെളിച്ചത്തിൽ കൂടുതൽ വളരുന്ന വട്ട, പൊടുന്നി പോലുള്ള മരങ്ങളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് 2010. അപ്പോൾ ഇത് വാൽപ്പാറ. അപ്പോൾ ചെറിയ കാലയളവിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആവാസ വ്യവസ്ഥ സ്ഥാപനത്തിനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു തെളിവാണ് നമുക്ക് ഈ കാണുന്ന ഈ ഒരു ചിത്രങ്ങള്. അപ്പോൾ ഇതാണ് വാൽപ്പാറയിലെ കാര്യങ്ങൾ. ഞാൻ ചെറുതായിട്ട് 1-2 കാര്യങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നിർത്താം. വേറെ നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ തന്നെ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് കർണാടകയിലെ മലനാട് എന്ന് പറയുന്ന പശ്ചിമഘട്ടം നിൽക്കുന്ന ഈ ഏരിയകളിൽ ചില പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് മെയിനായിട്ട് കാപ്പിത്തോട്ടങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. കാപ്പിത്തോട്ടങ്ങളെ എങ്ങനെ വിത്ത് സ്രോതസ്സുകളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ ഒരു പ്രൊജക്ട് നോക്കുന്നത്. അപ്പോൾ കാപ്പിത്തോട്ടങ്ങൾ നമുക്കറിയാം, കാപ്പിത്തോട്ടങ്ങൾ താഴെ കാപ്പി, മുകളില് ഷെയ്ഡ് ട്രീസ് അഥവാ തണൽ വൃക്ഷങ്ങളുള്ള ഒരു തരത്തിലുള്ള ഒരു അഗ്രോ ഫോറസ്റ്റ് ആണ് കാപ്പിത്തോട്ടം എന്ന് പറയുന്നത്. അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് മിക്കവാറും ഈ മരങ്ങളൊക്കെ ഒരുപാട് ആൽമരങ്ങൾ വളർത്താറുണ്ട് തണൽ വൃക്ഷങ്ങളായിട്ട്. ഈ ആൽമരങ്ങൾ ഒരുപാട് പക്ഷികളെ ആകർഷിക്കും അത് പഴുക്കുന്ന സമയത്ത്. ഈ പക്ഷികൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ആൽമരങ്ങളിൽ വന്ന് അതിന് താഴെ നമ്മൾ നേരത്തെ പർച്ചുകളെ കുറിച്ച് പറഞ്ഞ പോലെ താഴെ ഒരുപാട് വിത്തുകൾ വിതരണം ചെയ്യാൻ സഹായിക്കും. ആ വിത്തുകളൊക്കെ അവിടെ കിടന്ന് മുളച്ച് പലതരത്തിലുള്ള മരങ്ങളും ചിലപ്പോൾ വിത്തുകളായിട്ട് തന്നെ അല്ലെങ്കിൽ മരങ്ങളായിട്ടോ വളരാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കാപ്പിത്തോട്ടങ്ങളിൽ അവര് കാപ്പി പറിക്കുന്ന സീസൺ ആയി കഴിഞ്ഞാൽ ആ മരങ്ങൾ മൊത്തം അവിടെ വളർന്നു വരുന്ന എല്ലാ മരങ്ങളെയും അവര് ഒഴിവാക്കി കളയും. പക്ഷെ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഈ മരങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് അത് നമ്മുടെ നഴ്സറികളിലേക്ക് ഉപയോഗിക്കുക. വിത്തുകളും മരങ്ങളും എങ്ങനെ നമുക്ക് അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് നഴ്സറികളിൽ ഉപയോഗിച്ച് പിന്നീട് റെസ്റ്റോറേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിലൂടെ ചെയ്യാൻ ശ്രമിച്ചത്. ഉദാഹരണത്തിന് ഇത് കാപ്പിത്തോട്ടത്തിന്റെ ഇടയ്ക്ക് വളർന്നു വന്നിട്ടുള്ള ചന്ദനവേമ്പ് എന്നുള്ള ഒരു മരമാണ്. അതേപോലെ ഇതൊരു ആൽമരത്തിന്റെ താഴെ പൊരിപ്പുന്ന എന്നുള്ള ഒരു മരം വളർന്നു വരുന്നതാണ്. അതേപോലെ ഒരുപാട് ഈ തണൽ വൃക്ഷങ്ങൾ തന്നെ ഒരുപാട് വിത്തുകൾ തരും. ഉദാഹരണത്തിന് ഒരുപാട് ആഞ്ഞിലി മരങ്ങൾ ഈ ഷെയ്ഡ് ട്രീസ് ആയിട്ട് കാപ്പിത്തോട്ടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോ ആഞ്ഞിലി വിത്തുകളും ഇതേപോലെ നമുക്ക് റെസ്റ്റോറേഷൻ നഴ്സറികളിലേക്ക് എടുക്കാൻ പറ്റും. ഇതേപോലെ പല ചെടികളെ നമുക്ക് കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് റെസ്ക്യൂ ചെയ്തിട്ട് റെസ്റ്റോറേഷൻ നഴ്സറികളിലേക്ക് ഉപയോഗിക്കാം എന്നതാണ് ഈ ഒരു പ്രൊജക്ട് നോക്കുന്നത്. അവസാനമായിട്ട് ഞാൻ ചെയ്യുന്ന ഗവേഷണത്തെ കുറിച്ച് വളരെ ചുരുക്കി പറയാം. ഞാൻ നോക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട കാപ്പിത്തോട്ടങ്ങളുടെ പുനഃസ്ഥാപനമാണ്. അപ്പൊ കാപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ നമ്മൾ അധിനിവേശ സസ്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരിക്കലും കാപ്പിയെ ഒരു അധിനിവേശ സസ്യമായിട്ട് കണക്കാക്കാറില്ല. പക്ഷെ സത്യം എന്താന്ന് വെച്ചാല് കാപ്പിയും ഒരു അധിനിവേശ സസ്യങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. പ്രത്യേകിച്ച് കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് ചുറ്റുള്ള വനങ്ങളിലേക്ക് കാപ്പി അധിനിവേശം നടത്തുന്നതായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ കാപ്പി ഇതേപോലത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാവുമ്പോൾ അതെങ്ങനെ മറ്റ് സ്പീഷീസുകളെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അത് വിത്ത് വിതരണത്തിനെ ബാധിച്ചേക്കാം. ഇപ്പോ കാപ്പി പഴുക്കുമ്പോൾ ഒരുപാട് ഇപ്പൊ ഈ ഉപേക്ഷിക്കപ്പെട്ട കാപ്പിത്തോട്ടങ്ങളിൽ വളരെയധികം കാപ്പി ചെടികൾ ഉണ്ടാവും. അത് മൊത്തം കായ്ച്ചു കഴിഞ്ഞാല് ഈ സിവറ്റുകൾ പോലെയുള്ള ജീവികൾ അത് തിന്നാൻ വേണ്ടി വരും. ആ തിന്നാൻ വേണ്ടി വന്നു കഴിയുമ്പോൾ മിക്കവാറും അത് കാപ്പി മാത്രമേ ആ ഒരു സന്ദർഭത്തിൽ കഴിക്കുള്ളൂ. മറ്റ് ചെടികളുടെ വിത്ത് വിതരണത്തിന് ബാധിച്ചേക്കാം. അപ്പൊ അതൊരു ഉദാഹരണമാണ് കാപ്പി എങ്ങനെ മറ്റ് ചെടികളെ ബാധിക്കുന്നു എന്നുള്ളത്. അത് ഞാൻ ചില വർക്കുകൾ വെച്ച് അത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ കാപ്പി അതേപോലെ മണ്ണിൽ മാറ്റങ്ങൾ വരുത്താം. കുറെ കാലമായിട്ട് കാപ്പി കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലത്തെ മണ്ണ് ഒരു കാട്ടിലെ മണ്ണ് വന്ന് വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ മണ്ണിലെ വ്യത്യാസങ്ങളും ചിലപ്പോ ചെടികളുടെ വളർച്ചയെ ബാധിക്കാം. അപ്പൊ ആ ഒരു ഇത് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചു, ഫോറസ്റ്റിൽ നിന്ന് മണ്ണ് ശേഖരിച്ചിട്ട്
അതിലെങ്ങനെ ഈ പലതരം ചെടികൾ വളർന്നു വരുന്നതിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കി, ഒരു മണ്ണിന് എന്തെങ്കിലും മണ്ണിന് എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടോ അതിലെന്ന് നോക്കി. അതുപോലെ കാപ്പി ചെടികൾ തന്നെ ചിലപ്പോ ഈ ഒരു മറ്റ് ചെടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം, അതും ഒരു പ്രശ്നമാവാം. മാത്രമല്ല കാപ്പിച്ചെടികൾ അവിടെ വളർന്നു വരുമ്പോൾ അവിടുത്തെ സൂക്ഷ്മ കാലാവസ്ഥയിലും വ്യത്യാസം വരാം, അപ്പൊ അതും ചിലപ്പോൾ ഇതിനെ ബാധിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങളെ എങ്ങനെ അവിടുത്തെ എങ്ങനെ അവിടുത്തെ പ്രകൃതിദത്തമായ പുനഃസ്ഥാപനത്തിനെ ബാധിക്കുന്നു, അതിനപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു PhD ഗവേഷണത്തിലൂടെ നോക്കാൻ ശ്രമിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. ഇത് കൂടാണ്ട് ഞങ്ങള് ഉപേക്ഷിക്കപ്പെട്ട ഈ കാപ്പിത്തോട്ടങ്ങളിലെ അബാൻഡൻഡ് കോഫി പ്ലാന്റേഷൻസിലെ പക്ഷി മൃഗ വൈവിധ്യം കൂടി നോക്കി. കാരണം എത്രത്തോളം പക്ഷികളെയും മൃഗങ്ങളെയും ഇങ്ങനത്തെ സ്ഥലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ. അപ്പൊ ഞങ്ങൾക്ക് പലതരത്തിലുള്ള തവിടൻ വെരുക്, നീലഗിരി മാർട്ടിൻ, ഹനുമാൻ കുരങ്ങ്, മ്ലാവ്, അങ്ങനെ പലതരത്തിലുള്ള ജീവികള് ഈ അബാൻഡൻഡ് കോഫി പ്ലാന്റേഷൻസിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഈ ഒരു അബാൻഡൻഡ് കോഫി പ്ലാന്റേഷൻസിന്റെ ഇമ്പോർട്ടൻസിനെ കൂടിയാണ് അത് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ച റെഫറൻസുകൾ. ഈ ഒരു ഗവേഷണത്തില് പലതരത്തിലായിട്ട് സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയും. താങ്ക് യു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നമസ്കാരം. ഹലോ. യെസ്, കേൾക്കുന്നുണ്ട്. ഞാന് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ് കേട്ടു. വളരെ എഫക്റ്റീവായിരുന്നു. എനിക്ക് വളരെ ഉപയോഗപ്പെട്ട ഒരു ക്ലാസ് ആണ്. ആദ്യം തന്നെ പറയട്ടെ. കാരണം വളരെ ശാസ്ത്രീയമാണ് പറഞ്ഞെങ്കിലും വളരെ പ്രാക്ടിക്കലായിട്ട്. ഇപ്പൊ ഞാനൊരു പുനഃസ്ഥാപന പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ ഉപയോഗം ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് സംശയങ്ങൾ അതിനകത്തുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ കൂട്ടത്തില് കൂടുതലും നമ്മൾ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞപ്പോ സസ്യങ്ങളുടെ പുനഃസ്ഥാപനം അല്ലെങ്കിൽ വൈവിധ്യമാർന്ന സസ്യവർഗ്ഗങ്ങളുടെ പുനഃസ്ഥാപനം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ജൈവ വൈവിധ്യം, മറ്റുള്ള ജീവികളുടെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഇതിന് കൂടെ അറ്റാച്ച് ചെയ്ത് വരും എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അല്ലെ? അതോടായിരിക്കും. അപ്പൊ അതിനായിട്ട് പ്രത്യേകം നമ്മളൊരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സാധാരണഗതിക്ക് ഇല്ല. കാരണം നമുക്ക് ഇപ്പോ ഒരു മൃഗവൈവിധ്യത്തിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പൊതുവെ അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് സാധിക്കുക? നമുക്ക് ഒരു മൃഗത്തിനെ വേറെ എവിടെന്നെങ്കിലും പിടിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ സാധിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള പറഞ്ഞല്ലോ, ജീവികൾ ആകർഷിക്കുന്നതും അതുപോലെ തന്നെ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, തിരിച്ചു വരവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികളൊക്കെ. അപ്പൊ അത് സാധാരണഗതിക്ക് നമ്മൾ ഇതേപോലെ സസ്യവൈവിധ്യം മെച്ചപ്പെടുത്തി അതുവഴി മൃഗവൈവിധ്യം മെച്ചപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലായ്പ്പോഴും അതാവണം എന്നില്ല, അതിലല്ലാത്ത സാധ്യതകളും ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പ്രവർത്തിക്കുന്ന. അപ്പൊ എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ക്യാമ്പസ്, ഞാൻ ഇതിനിടയ്ക്ക് സർക്കാരിന്റെ ഒരു പച്ചത്തുരുത്ത്, അത് പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് വാങ്ങിയ സ്ഥാപനത്തിലാണ്. എനിക്ക് വ്യക്തിപരമായ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ അക്കേഷ്യയുടെ ഈ മാറ്റലാണ്. ഇപ്പൊ നമ്മൾ അക്കേഷ്യ എടുത്ത് മാറ്റുന്ന ഒരു വലിയ ടാസ്ക്കാണ്. മറ്റിപ്പോ നേരത്തെ പറഞ്ഞ ലന്താന എടുത്ത് മാറ്റുന്ന പോലെ അല്ലല്ലോ. കാരണം ഇത് ആളുകൾ ഒരു പച്ചപ്പായി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു രീതികൾ ഉണ്ടോ എന്നറിയാൻ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ അത് അങ്ങനെ എന്തെങ്കിലും രീതികളുണ്ടോ, അല്ലെങ്കിൽ അതിപ്പോ ഞങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പൊ 20ഓളം ഏക്കർ സ്ഥലത്ത് പണ്ട് നേരത്തെ വെച്ചിരുന്ന ഗ്രീനറി ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വെച്ചതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ പല സ്ഥലത്തും ആ പ്രശ്നം നേരിടുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്താണ്. ഇത് ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ. ഓക്കെ, അത് അതും കൂടി ചോദിക്കാനും കൂടെ. ഓക്കെ, അത്രയേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ. ഓക്കെ. അക്കേഷ്യയുടെ കാര്യത്തില് ഇപ്പൊ നമ്മൾ വെട്ടി മാറ്റിയെന്ന് വെച്ചാലും അത് വല്ലാണ്ട് റീസ്പ്രൗട്ട് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് അക്കേഷ്യ. അപ്പൊ വെട്ടിക്കഴിഞ്ഞാൽ അന്ന് ഒരുപാട് പുതിയ മുളകൾ വന്ന് അത് പഴയതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലെത്തും. ആകെയുള്ള ഒരു വഴി എന്നുള്ളത് ഗേഡ്ലിംഗ് എന്നുള്ള ഒരു സാധനം, അങ്ങനത്തെ ഒരു സംഭവം, അതായത് പുറംതൊലി വെട്ടി മാറ്റുക എന്നുള്ള ഒരു സംഭവം, അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു നോക്കിയിരുന്നോ? ഓക്കെ, അത് പുതിയൊരു അറിവാണ്. ഓക്കെ. പുറംതൊലി മുഴുവനായിട്ട് നല്ല ആഴത്തിൽ വെട്ടി മാറ്റി കഴിഞ്ഞാൽ സാധാരണഗതിക്ക് നശിച്ചു പോകേണ്ടതാണ്.
പക്ഷെ ചില കേസുകളിലൊന്നും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വയനാട്ടിലുള്ള സെന്ന എന്നുള്ള സ്പീഷീസ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്പീഷീസ് ആണ്. അങ്ങനത്തെ ചില മരങ്ങളുടെ കേസിൽ ഈവൻ അതുപോലും വർക്കാവില്ല. അത് മരങ്ങളെ അവിടുന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. കിരൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അഭിരാമി കേൾക്കാമോ? കേൾക്കാം. ഞാനേ ഇതിൽ ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിന്റെ പറയുമ്പോഴേ പലപ്പോഴും പല ഹാബിറ്റാറ്റുകളും നമ്മളുടേതല്ലാത്ത കാരണം കൊണ്ട്, ഈവൻ ഒരു എക്കോസിസ്റ്റം ഡീഗ്രഡേഷൻ അല്ലാത്ത കാരണം കൊണ്ട് തന്നെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് താഴ്ന്ന ഈ തണുപ്പ്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം കൊണ്ടേ ആൾട്ടിറ്റ്യൂഡ് കൂടി 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 ഇവരുടെ ഒരു ഹാബിറ്റാറ്റ് മാറുന്നത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബേർഡ്സിന്റെ, പിന്നെ ഈ ബട്ടർഫ്ലൈസിന്റെ ഒക്കെ അത് സസ്യങ്ങളിലും ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ചില കാര്യങ്ങള് നമ്മളുടെ കൺട്രോളിലുള്ളതല്ല. അപ്പൊ നമ്മള് ഈ ഒരു പ്രത്യേക ഹാബിറ്റാറ്റില് അവിടെ ഡീഗ്രഡേഷൻ സംഭവിച്ചത് മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമോ അല്ലെങ്കിൽ വേറെ ഒരു ലാൻഡ് സ്ലൈഡോ കൊണ്ട് മാത്രം ആവണമെന്നില്ല. They can't simply survive over there. അപ്പൊ അങ്ങനെയുള്ള കേസില് നമ്മള് ഈ ഒരു എക്സാമ്പിൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്, ഇതുപോലെ ഇതിപ്പോ അവിടെ റെസിലിയന്റ് ആയിട്ടുള്ള സ്പീഷീസിനെ അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറ്റുമോ? ഒരു ചോദ്യം. രണ്ടാമത്തത്, വളരെ ഈ ആദ്യത്തെ വലിയ പ്രശ്നമില്ല, അതായത് നമ്മളുടെ ഇപ്പോ ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ തന്നെയുള്ള ഒരു ഡിഫറൻറ്റ് ഇന്ന് കൊണ്ടുവയ്ക്കുന്നതാണ്. രണ്ടാമത്തത്, ഇപ്പൊ ട്രോപ്പിക്കൽ റീജിയനിൽ തന്നെയുള്ള വേറൊരു സ്ഥലത്തെ ഒരു 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 പ്ലാന്റ്, ഈ പറയുന്ന ഇൻവേസീവ്നെസ് കാണിക്കാത്ത ഒരു പ്ലാന്റ്. കാരണം വെച്ചാൽ ഓരോ എക്കോസിസ്റ്റത്തിലും ഇപ്പൊ ഫിഗ് എന്ന് വിചാരിക്കുക, ഫിഗിന് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനാരിയോ. പക്ഷെ യു ഡോണ്ട് ഹാവ് എ റീപ്ലേസ്മെന്റ് ഫോർ ഫിഗ്. അത് അവിടെ സിംപ്ലി സർവൈവ് ചെയ്യുന്നേ ഇല്ല. ഒരു സ്പീഷീസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ ക്ലോസസ്റ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഇൻവേസീവ്നെസ് കാണിക്കാത്ത, ഇപ്പൊ ഇതിപ്പോ നമ്മളുടെ കേരള ആണെങ്കിൽ ഒരു പക്ഷെ മഡഗാസ്കറിന്നോ അതല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇത് ഇങ്ങനെയൊക്കെ കുറെ ഈ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ രജിസ്ട്രേഷനിൽ ഇങ്ങനെ ചെയ്യുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ പരിഗണിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? നമ്മൾ ഒരു പ്രത്യേക വേണമെങ്കിൽ ഒരു പിന്നെ ഒന്ന് ഈ പറയുന്ന മാതിരി ലാൻഡിന്റെ രജിസ്ട്രേഷനിൽ ഫംഗൽ സ്പീഷീസുകളും മൈക്രോബ്സിനെയും ഓട്ടോമാറ്റിക്കലി വരും എന്ന്, സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്ന മാതിരിയോ അതല്ലെങ്കിൽ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്ന മാതിരിയോ പ്രൈമേറ്റ്സ് വരുന്ന പോലെയോ പെട്ടെന്ന് അവിടെ വരണം എന്നില്ലല്ലോ. അപ്പൊ ഒരു സോയിൽ ലൈഫിനെ നമ്മൾ കൾച്ചറൊക്കെ ആഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ? മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതില് ആദ്യത്തെ ചോദ്യം, അതായത് ഫ്യൂച്ചർ, അതായത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ചോദ്യം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഡിസ്പ്ലേസ് ആവുന്നതിന്റെ കാരണം ക്ലൈമാറ്റിക് ആയിട്ടുള്ള കാരണങ്ങളായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ഇതന്നെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഇത്തിരി കൂടി ഡെസ്പെറേറ്റ് ആയിട്ടുള്ള അതെ അതെ, അതായത് ഇപ്പൊ ഒരു ഡൈനാമിക് ആയിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ഓരോ ദിവസം കൂടുന്നവരും മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ നമ്മള് വളരെ എന്താ പറയാ റിജിഡ് ആയിട്ട് നമ്മള് ഈ ഒരു ഇവിടെ ഈ മരം മാത്രമേ വളർത്താൻ പാടുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമില്ല. ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺവെർസേഷൻസ് കൂടുതലായിട്ട് ഇപ്പൊ റെസ്റ്റോറേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ആ ഒരു ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വരുത്തേണ്ടി വരും. ഇപ്പോ ഒരു സ്പീഷീസിന്റെ നാച്ചുറൽ റേഞ്ചിൽ നിന്ന് അത് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി തന്നെ പ്ലാൻ ചെയ്യേണ്ടി വരും. ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും അത്. പിന്നെ രണ്ടാമത്തെ കാര്യത്തില് ഏറ്റവും ഇപ്പൊ മറ്റ് സ്ഥലത്തുനിന്ന് വേറൊരു അതിന് ഇപ്പൊ ഫിഗർ ചെയ്യുന്ന റോള് പോലെ ചെയ്യുന്ന വേറൊരു മരം മറ്റൊരു സ്ഥലത്ത് നിന്ന് മഡഗാസ്കറിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ചിലപ്പോൾ നമുക്ക് തദ്ദേശീയമായിട്ട്, ഇത്രയും വൈവിധ്യമുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള ചില ഓൾട്ടർനേറ്റീവുകൾ നമുക്ക് ഉണ്ടാവണം സാധാരണഗതിക്ക്. അപ്പോ ഏറ്റവും സാധിക്കുമെങ്കിൽ അങ്ങനത്തെ തദ്ദേശീയമായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് പരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം.
കാരണം പുറത്തുനിന്നുള്ളൊരു ഒരു ഒരു മരം കൊണ്ടുവരുന്നതിന് നമ്മൾ അറിയാത്ത പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കാം. അത് നമുക്ക് ചിലപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് മനസ്സിലാവില്ല, ഭാവിയിലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കിയായിരിക്കും അവിടെ നല്ലത്. മണ്ണിന്റെ റെസ്റ്റോറേഷൻ എന്നുള്ള കാര്യം, മണ്ണിലെ ഇപ്പോ മൈക്രോബ്സ്, മൈക്കോറൈസ പോലുള്ള കാര്യങ്ങൾ, അത് ഞാനോ അല്ലെങ്കിൽ നേച്ചർ കൺസർവേഷന്റെ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള ആരും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ മണ്ണ് വളരെ മോശമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റെസ്റ്റോറേഷൻ ആക്ടിവിറ്റീസ് ആവശ്യമായിട്ട് വരും. ഇപ്പൊ ചില സമയത്തൊക്കെ മൈക്കോറൈസയുടെ കൾച്ചർ അതിൽ ആഡ് ചെയ്യാറുണ്ട്, അങ്ങനത്തെ ഫംഗസിന്റെ കൾച്ചർ അങ്ങനെ ആഡ് ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അനുബന്ധമായിട്ട് ഒരു ചെറിയ ചോദ്യം കൂടി, ഞാൻ അധികം സമയം എടുക്കില്ല. നമ്മളിപ്പോ ഈ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്, നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം ചിലപ്പോൾ അതിനേക്കാളും അത് ഓൾറെഡി ഡീഗ്രേഡഡ് ആവും, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ജസ്റ്റ് ബിഫോർ ഡെവസ്റ്റേഷൻ ഹാപ്പൻ. ചിലപ്പോ നമ്മളുടെ റെഫറൻസ് പോയിന്റിലുള്ള ഒരു ഏജന്റ് തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഡെവസ്റ്റേഷൻ കാരണമായിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അങ്ങനെയുള്ള എററുകളെ എങ്ങനെയാണ് ചെയ്യുക? അതായത് നമുക്ക്, ഞാൻ ഉദ്ദേശിച്ചത് ട്രോപ്പിക്കൽ ബെൽറ്റിലുള്ള ഒരു സെഗ്മെന്റ്, ഒരു സ്ക്വയർ കിലോമീറ്റർ, എന്നിട്ട് നമ്മൾ റെഫറൻസ് നമ്പർ എടുക്കുന്ന അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണെന്നായിരിക്കും. അപ്പൊ അതിന് പകരം ഇതിന്റെ ഫുൾ ഡൈവേഴ്സിറ്റി ഉള്ള വേറെ ഒരു മേഘാലയെന്ന് അതേ ആൾട്ടിറ്റ്യൂഡ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഇതെടുത്താൽ, ഞാൻ എക്സാക്ട് പ്ലാന്റ് സ്പീഷീസ് അല്ല പറയുന്നത്, എക്സാക്ട് ഏജൻസ് അങ്ങനെ എടുക്കുന്നത് ഇത്തിരി പ്രോഗ്രസീവ് അല്ലേ? അതായത് ഇപ്പോ പോളിനേറ്റിംഗ് ഏജൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഏജൻസ്. ഇപ്പൊ ചിലപ്പോ നമ്മൾക്ക് പലപ്പോഴും കാണുമ്പോൾ ഒരൊറ്റ പ്രാണിവർഗമായിരിക്കും ഇപ്പൊ പോളിനേഷൻ മൊത്തം നടത്തുന്നത്. അത് പക്ഷെ അതേസമയം അവര് വളരെ അഗ്രസീവ് ഫീഡേഴ്സും ആയിരിക്കും ഈ അവരുടെ ലാർവൽ സ്റ്റേജില്. അപ്പോ ചിലപ്പോ അതിന് മുമ്പത്തെ ഒരു വിവിഡായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഇത്തിരി കൂടി എന്താ പറയാ, പോളിനേഷൻ അഗ്രസീവായിട്ട് നടക്കുന്നേക്കാൾ മുമ്പ് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇത്തിരി കൂടി വിവിഡ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടോന്നേക്കും മേഘാലയയിലോ മറ്റോ. അപ്പൊ അങ്ങനെയുള്ള ഒരു റെഫറൻസ് എടുക്കുന്നതിൽ കുഴപ്പമുണ്ടോന്നായിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് നേരെ പ്ലാന്റിനെ കൊണ്ട് ഇത് ചെയ്യാന്നല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ നമ്മളുടെ ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും പുതിയ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന ആളുകളെയും കൂടി എത്തിക്കുന്നതിൽ കുഴപ്പമുണ്ടോന്ന്. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ശരിക്കും എന്താണ് റെഫറൻസ് ഫോറസ്റ്റ് എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഭയങ്കര പ്രയാസമുള്ള. ഇപ്പൊ അതുപോലെ അത്രയും ദൂരെയുള്ള ഒരു ഇപ്പൊ മേഘാലയെന്ന് ഉദാഹരണത്തിന് അതിനെ റെഫറൻസ് സൈറ്റ് ആയിട്ട് എത്രത്തോളം പരിഗണിക്കാൻ പറ്റും എന്നുള്ളത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഇപ്പൊ പലതരത്തിൽ ഈ ബയോജിയോഗ്രഫിക് ബാരിയേഴ്സ് ഉണ്ട് മേഘാലയയിലെ. കുറെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ നിന്ന്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൊണ്ട് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. താങ്ക് യു. ഡോക്ടർ അഭിരാമി, എക്കോ റെസ്റ്റോറേഷൻ, പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നുള്ള ആശയം നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾക്കാണ് ഇപ്പോൾ ഒരു ഊന്നൽ വന്നേക്കണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള തരത്തിൽ. പക്ഷെ റീജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ വിടുക എന്നുള്ള, നാച്ചുറിനെ അങ്ങനെ തന്നെ വിടുക, നമ്മളെ എൻക്രോച്ച്മെന്റ് ഒഴിവാക്കുക. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ആ റീജനറേഷൻ അവിടെ നടക്കുമെന്നും പഴയതുപോലെയുള്ള എന്താ പറയാ കനോപ്പികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമെന്നും ഫ്ലോറ ഫോണയിലൊക്കെ വർദ്ധിച്ച മാറ്റങ്ങൾ വരുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് നമുക്ക് അതാണോ പ്രായോഗികം, അതെ നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്ന എക്കോ റെസ്റ്റോറേഷൻ ആക്ടിവിറ്റികളാണോ, ഏതാണ്, എങ്ങനെയാണ് അതിനെ ഒന്ന് പറയാമോ? അതെ, രണ്ട് തരത്തിലുണ്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പ്രകൃതിയായിട്ട് തന്നെയെ വളരുകയാണ് എന്നുണ്ടെങ്കിൽ, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണ പ്രസന്റേഷനിൽ പറയുന്നു. ഇപ്പൊ ഒരുപാട് അധിനിവേശ സസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മണ്ണിലെ വിത്ത് ശേഖരം നശിക്കപ്പെട്ടു. അങ്ങനത്തെ പല സന്ദർഭങ്ങളിലും അത് തനിയെ വളർന്നു വരാൻ ഒരുപാട് സമയമെടുക്കും. അത്രയും സമയം ചിലപ്പോ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഒരു വളരെ മാറ്റങ്ങളുടെ ഒരു കാലത്ത് ചിലപ്പോ അത് അത്രയും സമയത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ തനിയെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന പല സന്ദർഭങ്ങളുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അത് വിട്ടുകൊടുക്കാം. പക്ഷെ ഇങ്ങനത്തെ പല ഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ട്, വളരെയധികം സമയം എടുക്കുന്ന സിറ്റുവേഷനുകളിൽ മനുഷ്യന്റെ ഇടപെടലുകൾ വഴി ചെയ്യുന്നത് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങളെ വേഗത്തിലാക്കും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അതെ.
മഞ്ജുഷ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഡോക്ടർ അഭിരാമി. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. വളരെ താങ്ക് യു. വ്യക്തതയോടെയും കൃത്യതയോടെയും പറയുന്നുണ്ടായിരുന്നു. ചെറിയൊരു താങ്ക് യു. ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഈ ഓ കോഫി അലിലോപ്പതി കാണിക്കുന്നുണ്ടോ നിങ്ങളുടെ കോഫി സ്റ്റഡീസിൽ എന്താണ്? ആക്ച്വലി കോഫി അലീലോപ്പതി കാണിക്കാൻ മറ്റ് പല വേളകളില് കോഫി അലീലോപ്പതി കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി കോഫിയുടെ അലീലോപ്പതി എഫക്ട്സും കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട്സ് ഇതുവരെ ആയിട്ടില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ കോഫി അതിന് കഫീൻ എന്നുള്ള കമ്പോണന്റ് അതെ കഫീൻ ഒരു സാധ്യതയുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ഞാൻ ഈ മണ്ണില് കോഫി കൾട്ടിവേറ്റ് ചെയ്ത മണ്ണില് മറ്റ് മരങ്ങൾ വളർത്തുമ്പോൾ അത് വളർച്ചയിൽ കുറവ് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അലീലോപ്പതി കാരണമായിരിക്കാം. പക്ഷെ അതെനിക്ക് ഇതുവരെ പ്രൂവ് ചെയ്യാനായി പറ്റിയിട്ടില്ല. പക്ഷെ അലീലോപ്പതി ഒരു സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി, നമുക്കിപ്പോ കേരളത്തില് ഒരു എക്കോളജിക്കൽ റെസ്റ്റോറേഷൻ പല കാലാവസ്ഥയുണ്ട് ശരിയാണ്. എന്നാൽ പോലും എളുപ്പത്തില് ഇപ്പൊ പറഞ്ഞ കുറെ ക്യാരക്ടേഴ്സ് പറഞ്ഞല്ലോ, ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കണം, നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റണം, അങ്ങനെ ഒരു നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു 4-5 ചെടികളൊന്ന് പറയാൻ പറ്റുമോ? വളരെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളാണെങ്കിൽ, വളരെ തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വട്ട എന്നുള്ളത് ഒരു ഉദാഹരണമാണ്. ആമത്താളി എന്ന് പറഞ്ഞിട്ടുള്ള ട്രെമ ഓറിയന്റാലിസ് എന്ന് പറഞ്ഞിട്ടൊരു സ്പീഷീസ് ഉണ്ട്, അതൊരു ഉദാഹരണമാണ്. ക്ലീറോഡെൻഡ്രം ഒരു ഉദാഹരണമാണ്. അങ്ങനത്തെ മരങ്ങളൊക്കെ പെട്ടെന്ന് എന്താ പറയുക, തുറസായ സ്ഥലങ്ങളിൽ പെട്ടെന്ന് വളർന്ന് അതൊരു തണലുണ്ടാക്കും, മറ്റു മരങ്ങൾക്ക് വളരെ സഹായകമാകുന്നത്. അപ്പൊ ഈ ഇങ്ങനത്തെ 1-2-3 സ്പീഷീസുകൾ നമുക്ക് അതാ ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു, ഏത് ക്ലെറോഡെൻഡ്രോൺ ആണെന്നേ? കുറെ അധികം സ്പീഷീസ് ഇല്ലേ ഇതിന്റെ? ഉണ്ട്. ക്ലീറോഡെൻഡ്രം ഇൻഫോർച്ചുനേറ്റം, വെള്ളപ്പൂവുള്ള ക്ലീറോഡെൻഡ്രം. അത് ഒരു ഷ്രബ് അല്ലേ അത്? അതെ. പക്ഷെ പറയണോ? എനിക്ക് മലയാളം പേര് കൃത്യമായിട്ട് അറിയില്ല. എനിക്കറിയില്ല കേട്ടോ പേരെന്താന്ന്. പക്ഷെ നമ്മള് ഓണ സമയത്തൊക്കെ വെള്ളപ്പൂ ഉണ്ടായി കാണാറുണ്ട്. പൂവുള്ളതല്ലേ? അതെ. അതിന്റെ ഒരു സ്റ്റേമെന്റ്സ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ചെടിയല്ലേ? അതെ. പെരുവമം എന്നാണ് അതിനെ പറയാ ഞങ്ങളുടെ നാട്ടില്. ഓ ശരി, ഓക്കെ. അത് ഷ്രബാണ്. അതെ, അതിന്റെ ഒരു പ്രത്യേകത ഏകദേശം ഒരു 6-7 മീറ്ററോളം വലിപ്പത്തിൽ വളരാൻ സാധിക്കും ആ സ്പീഷീസിന്. അപ്പോ ആ തുടക്കത്തിൽ ആ ഒരു ഷെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സ്പീഷീസുകൾ വളർത്തിയ നല്ലതായിരിക്കും. ആ ഷെയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റു മരങ്ങൾക്ക് അതിന്റെ താഴെ വരാം. ആനത്താളി എന്നല്ലേ പറഞ്ഞേ? വട്ട ആനത്താളി. ആമത്താളി, അതെ, ആമത്താളി. ട്രെമ ഓറിയന്റാലിസ്. ട്രോമ ഓറിയന്റാലിസ്. ഓക്കെ, ശരി, താങ്ക് യു. Abhinami, yes, Badush. thank you. Talk to us is really nice. എന്റെ സംശയം വെച്ചാല് നമ്മുടെ ഈ പല റീസൺസ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഇക്കോസിസ്റ്റംസ് മോശം അവസ്ഥയിലേക്ക് പോകാമല്ലോ, ഡീഗ്രേഡ് ആയി പോകാമല്ലോ. പല റീസൺസ് ഉണ്ട്. ഇപ്പൊ റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഡിപ്ലീഷൻ നടന്നെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുക? കാരണം നമ്മൾ ഈ പ്ലാൻ ചെയ്തുകൊണ്ട് ആക്റ്റീവ് റെസ്പിറേഷൻ മെത്തേഡ്സ് ചിലപ്പോൾ ഒരു ഫലം കാണണമെന്നില്ല. ശരിയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റെപ്പ് എടുക്കുക? ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ടേക്ക് മച്ച് ലോങ്ങർ ടൈം. അതായത് ഈ പറഞ്ഞ സിസ്റ്റം ഒന്ന് പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ ടാസ്ക്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ എങ്ങനെ അതിനെ സൈന്റിഫിക്കലി അപ്രോച്ച് ചെയ്യാം? ഉദാഹരണത്തിന് വരൾച്ച ബാധിച്ച സ്ഥലം, അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലങ്ങളാണോ ഉദ്ദേശിച്ചത്? നദി വഴിമാറി ഒഴുകിയ സ്ഥലങ്ങളോ, അല്ലെങ്കിൽ പണ്ടൊരു നദി ഉണ്ടാകുന്ന പറ്റിയ സ്ഥലങ്ങൾ? ചുമ്മാ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആണ്. ഏരിയാസ് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് ചിലപ്പോ അതിന്റെ റീസൺ എങ്കിലും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബേസ് ലൈൻ ഒരു നല്ല ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു, ഫുള്ള് മരങ്ങൾ വെട്ടിമാറ്റി കുറെ ഒരു സെഞ്ചുറി കഴിഞ്ഞു. അപ്പോഴേക്കും സിസ്റ്റം മുഴുവൻ എൻറ്റയർലി ആ ജിയോഗ്രഫിക്കൽ ഏരിയ മുഴുവൻ മാറി. അപ്പൊ നമുക്ക് ഇപ്പോ ഒരു ബേസിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ തീരെയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ വൺസ് വി ഡു ദ റെസ്റ്റോറേഷൻ ഇറ്റ് മൈറ്റ് കം ബാക്ക്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് സ്റ്റെപ്പ് എടുക്കാനായിട്ട് ചാൻസ് ഉള്ളത്? റെസിലിയൻ സ്പീഷീസിന്റെ ഒരു സാധ്യത ചോദിച്ചത്. ഇപ്പൊ ബാദുഷു പറഞ്ഞ ഡിസ്പ്ലേസ്ഡ് അതിന്റെ ഒരു നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴേ അതെ. അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കും. ഈ പറഞ്ഞ നേറ്റീവ് സ്പീഷീസ് ആദ്യം നോക്കാതെ റെസിലിയൻ സ്പീഷീസ് ആദ്യം എടുക്കും. അങ്ങനെ എന്തെങ്കിലും റെഫറൻസുകൾ ഉണ്ടോ?
ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അറിയില്ല. ഒരു കാര്യം ഈ പറഞ്ഞ പോലെ സൈറ്റ് ആദ്യം ശരിയാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ ബുദ്ധിമുട്ടുള്ള ടാസ്ക് വരുന്നത്. കൃത്രിമമായിട്ടുള്ള ജലസേചനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ സൈറ്റിനെ കുറച്ചുകൂടെ മാറ്റിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുപോലെ ചില കവർ ക്രോപ്പുകൾ പോലത്തെ ചില സ്പീഷീസുകളുണ്ട്, ചെറിയ എന്താ പറയുക ചെടികള് കുറച്ച് വെള്ളമില്ലാത്ത, ഇപ്പൊ എനിക്ക് തോന്നുന്നു രാമച്ചത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ളം നിലനിർത്താൻ വേണ്ടി അങ്ങനത്തെ ചില കവർ ക്രോപ്പുകള് തുടക്കത്തിൽ നട്ടു വളർത്തി അതിനെ ആ സൈറ്റിനെ ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ട് പിന്നീട് റെസ്റ്റോറേഷൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കൃത്യമായിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ആക്ച്വലി. രാമച്ചം സർഫസ് ഏരിയ ഭയങ്കര കൂടുതലല്ലേ? നെല്ലൊക്കെ പോലെ തന്നെ വെള്ളം വേണ്ടുന്ന ഒരു വെള്ളം വേണ്ടുന്ന അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഈ രാമച്ചത്തിന് ചില സൈറ്റ് റിക്ലമേഷന് ഉപയോഗിക്കാം എന്ന് കേട്ടിട്ടുണ്ട്. മണ്ണിന്റെ സ്പോഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ വാട്ടർ റിക്ലമേഷനേക്കാളും കൂടുതൽ ഈ പറയുന്ന പോലെ എന്താ പറയാ മണ്ണിന്റെ സ്ട്രെങ്ത് കൂട്ടാനൊക്കെയാ, വേര് അതിന്റെ വളരെ നല്ലതാണല്ലോ. ഫൈറ്റോ റെമിഡിയേഷനും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് വെറ്റിവറിന്, ആ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഫൈറ്റോ റെമിഡിയേഷൻ എന്ന് പറയുമ്പോൾ മണ്ണിലുള്ള ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള പലതരം എന്താണ് കമ്പോണൻസിനെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ചില ചെടികളുണ്ട്. അപ്പൊ ഇതുപോലെ വല്ലാണ്ട് മോശമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ എക്കോളജിക്കൽ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് ഫൈറ്റോ റെമിഡിയേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ആ ചെടികൾ ആ മണ്ണിലുള്ള ഇപ്പൊ പലതരം മെറ്റൽ കമ്പോണൻസ്, മെറ്റൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇവര് വലിച്ചെടുക്കും. അപ്പൊ എനിക്ക് വെറ്റിവറിനും അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കാഡ്മിയം, നിക്കൽ അങ്ങനെയൊക്കെയുള്ള ഹെവി മെറ്റൽസ് ഒക്കെ മണ്ണിലുണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ചെടികൾ. ഒരുപക്ഷെ അതായിരിക്കാം വെറ്റിവർ യൂസ് ചെയ്യണോ എന്ന് പറഞ്ഞതേ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സാഹചര്യത്തിൽ വാട്ടർ പെർക്കുലേഷന് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞതിന്റെ വേര് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് മണ്ണിനെ കുറച്ച് പോറസ് ആക്കും. അങ്ങനെ വാട്ടർ പെർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് തോന്നുന്നത് വെറ്റിവറിന്റെ കാര്യത്തിൽ. കാരണം ഞാൻ ഇതിന്റെ പ്രോജക്ട് പണ്ട് വായിച്ചായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്കും കൃത്യമായിട്ട് അതിനെ കുറിച്ച് അറിയില്ല. വെറ്റിവറിന് റിക്ലമേഷൻ ഉപയോഗിക്കും, പക്ഷെ ഏത് തരത്തിലുള്ള സൈറ്റുകളിലാണ് വെറ്റിവർ ഉപയോഗിക്കുക എന്നുള്ളത് എനിക്കും അറിയില്ല. താങ്ക്സ് ബാദുഷ്, മഞ്ജുഷ. ഒരു സംശയത്തിലുണ്ട്, വേറെ അത്തിയില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് റെസ്റ്റോറേഷൻ ഓർ അഫോറസ്റ്റേഷൻ, ഈ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തിയത് വലിയ ഫെയിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾസ് കൂടെ ഉണ്ടോ എവിടെയെങ്കിലും? അതായത് നമ്മൾ ഈ പറഞ്ഞത് ഇപ്പോ ഉള്ള പ്രസന്റ് സ്റ്റേറ്റസ് ഈ പറഞ്ഞൊരു എൻറ്റയർ ജിയോഗ്രഫിക്കൽ ഏരിയനെ നമ്മൾ ചെയ്യുവാണല്ലോ. മേ ബി ഇത് ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കാം, പക്ഷെ ഇപ്പൊ ഉള്ള സിസ്റ്റത്തെ നമ്മൾ മൊത്തം മാറ്റിമറിക്കുമല്ലേ. അപ്പോ അതിന്റെ ഫെയിലിയർ ഉണ്ടോ? ഇത് സക്സസ് ആയി പോകാതിരുന്നതായിട്ടോ അല്ലെങ്കിൽ ഇക്കോളജിക്കലി ഇത് സക്സസ് ആവാത്തതായിട്ടോ? അങ്ങനത്തെ ഒരു സന്ദർഭം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ വലിയ അളവില് അങ്ങനത്തെ ഫെയിലിയറുകൾ ഉണ്ടായതായിട്ട് ഉള്ള സന്ദർഭങ്ങൾ എനിക്കറിയില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ചെറിയ ഫെയിലിയേഴ്സുകൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും പല സന്ദർഭങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഓപ്പൺ ആയിട്ടുള്ള ചില ഏരിയാസിൽ ഞങ്ങൾ ഇതുപോലെ മരങ്ങൾ നട്ട് അതിന്റെ ഫസ്റ്റ് ലെവൽ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ പ്രത്യേകിച്ച് ഈ ഹെർബിവോർ മാനുകൾ പോലുള്ള സാധനങ്ങളൊക്കെ വന്ന് ഏകദേശം മുഴുവൻ തിന്ന് നശിപ്പിച്ച് ഒരു വർഷം മൊത്തം നട്ടത് മുഴുവൻ ഇല്ലാണ്ടായി പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കുറെ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ സ്കെയിലാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വലിയ സ്കെയിലിൽ നടന്നിട്ടുള്ള ഒരു ഫെയിലിയറിനെ കുറിച്ച് എനിക്കറിയില്ല. അല്ല, അങ്ങനല്ല അഭിരാമി, ഞാൻ ചോദിച്ചത് നമ്മുടെ എഫേർട്ട് ഫെയിൽ ആയി പോകുന്ന ഒരു അവസ്ഥയല്ല. എന്റെ സംശയത്തിൽ നമ്മൾ ഈ ഇപ്പൊ ഉള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ഇപ്പൊ ഞാൻ തൽക്കാലം ഹാബിറ്റാറ്റ് എന്ന് വിളിക്കാം. ഈ ഒരു ഹാബിറ്റാറ്റ് നമ്മൾ എൻറ്റയർലി മോഡിഫൈ ചെയ്യാൻ പോവാണ് റെസ്റ്റോറേഷൻ വഴി. ഞാൻ പറയുന്നത് വളരെ ലോങ്ങർ ടൈം ആയിട്ട് ഈ കോഫി പ്ലാന്റേഷൻസ് ഒക്കെ പോലെ വളരെ ലോങ്ങർ ടൈം ആയിട്ട് ഒരു രീതിയിലായിരുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഴയ രീതി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാറ്റം വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ജിയോഗ്രഫിക്കൽ ഇക്കോളജി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായതിന്റെ എക്സാമ്പിൾസ് എന്തെങ്കിലും അറിയാം?
സംഭവം പടപടലം എക്സാമ്പിൾ പാളി, അങ്ങനെ സംഭവം പൊട്ടി പണി പാളി അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി. എക്സാമ്പിൾസ് എനിക്കറിയില്ല, പക്ഷെ അത് വളരെ വളരെ പ്രശ്നകരമായിട്ടുള്ള കാര്യമാണ്. നമ്മള് ഒരു ഒന്ന് വിചാരിച്ച് റിസ്റ്റോർ ചെയ്തു, പക്ഷെ അത് അതേ ആയിരുന്നില്ല സൂട്ടബിള്. നമ്മൾ ചിലപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ തകിടം മറിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. ചിലപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ജീവജാലങ്ങളൊക്കെ ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ എനിക്കറിയില്ല. ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ, എന്റെ ഫീൽഡില് ഈ പറഞ്ഞ റെസ്റ്റോറേഷൻ എന്റെ ഫീൽഡിൽ സ്കാമാണ് സാധനം. കോർ റെസ്റ്റോറേഷൻ ഒരു സ്കാമാണ്, എവിടെയും പ്രോപ്പർലി നടക്കാറില്ല. സീഗ്രാസ് റെസ്റ്റോറേഷൻ ഈ പരിപാടി നടക്കാറില്ല. ഇത് നടത്താൻ ശ്രമിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ എൻറ്റയർ ഹാബിറ്റാറ്റിനെ ഒരു മോഡിഫൈ ചെയ്തിട്ട് വലിയ അബദ്ധമായി പോയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ടെറസ്ട്രിയൽ സെറ്റസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു മാത്രം. ഈ ഒരു ഉദാഹരണം, അത് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമല്ല, പക്ഷെ ഈ ഗ്രാസ് ലാൻഡ്സ് നേരത്തെ പറഞ്ഞ നീലഗിരിയിലേക്ക് ഗ്രാസ് ലാൻഡ്സ് വേസ്റ്റ് ലാൻഡ്സ് ആണ് എന്ന് വിചാരിച്ചിട്ട് മരങ്ങൾ നട്ടൊരു അവസ്ഥ, അത് ഈ പറഞ്ഞ പോലെ ആ ഒരു ആവാസ വ്യവസ്ഥയെ മുഴുവനായിട്ട് മാറ്റിമറിച്ചിട്ടില്ല. അത് പക്ഷെ അന്നത്തെ വർഷങ്ങൾക്ക് മുൻപ് അറിവില്ലാതെ ചെയ്തത് എന്ന് വിചാരിക്കേണ്ടി വരും. ഇപ്പൊ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആരാണെങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധയോടെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഈ പറഞ്ഞ പോലെ ഗ്രാസ് ലാൻഡ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് അങ്ങനത്തെ ഒരു ഉദാഹരണമായിരിക്കും. തീർച്ചയായും ഞാനിപ്പോ പറഞ്ഞപ്പോ എന്റെ ഒരു വലിയ കൗതുകമായിരുന്നു ഈ നമ്മുടെ ഈ അഗസ്ത്യ മലയ്ക്ക് മലയിൽ നേരെ പോകുമ്പോൾ നമ്മൾ ട്രക്കിംഗ് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് പുൽമേട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് എത്രയോ വർഷങ്ങളായിട്ട് പുൽമേടുകളായിട്ട് തന്നെ നിലനിൽക്കും. അപ്പൊ ഞാനും എന്റെ ഒരു സംശയമായിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ കാടില്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ പ്രകൃതിയാൽ അതിനെ അങ്ങനെ പറ്റുള്ളൂ അല്ലെ, അല്ലാതെ അവിടെ മരവളകളുടെ സാഹചര്യം ഇല്ല. വളരെ അതെ, ഒരുപാട് പുൽമേടുകളുടെ കേസിൽ അങ്ങനെയാണ്. കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡ് പുൽമേടുകള് 1600 1700 മീറ്ററിന് മുകളിലുള്ള പുൽമേടുകള് അത് പ്രകൃതിയുള്ള പുൽമേടുകളാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതിലും താഴെ പുൽമേടുകൾ നിലനിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് മിക്കവാറും പണ്ട് മുതലേ തീയൊക്കെ വന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും തീ വന്ന് അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മരങ്ങൾ വളരാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ എല്ലാ പുൽമേടുകൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ മിക്കവാറും ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് പുൽമേടുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് അഗസ്ത്യാർകൂടത്തിൽ കണ്ടതൊക്കെ അതിന്റെ പ്രകൃതിദത്തമായിട്ട് പുൽമേടുകൾ തന്നെ ആയിരിക്കും. നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനെ ഈ റിസ്റ്റോറേഷൻ എന്തുമാത്രം എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ഈ ലാൻഡ്സ്ലൈഡ് ഉണ്ടായ ഏരിയകളിലും റീസ്റ്റോറേഷൻ വർക്ക് പോസിബിൾ ആണോ? ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിൽ അത് ക്ലൈമറ്റ് ചേഞ്ച് കുറച്ചും കൂടെ വളരെ സങ്കീർണമായിട്ടുള്ളതും പിന്നെ വളരെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങള് വളരെ ഇപ്പോ ഒരു പ്രത്യേക സ്ഥലത്തെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാൻ വളരെ ഉപകാരപ്പെട്ടതാണെങ്കിലും ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് അതിൽ നിന്ന് റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നത് കുറച്ച് എന്താ പറയാ കൂടുതലായിരിക്കും പക്ഷെ എന്നാലും ചെറിയ ചെറിയ എഫേർട്ടുകൾ തീർച്ചയായിട്ടും ഇപ്പൊ കാർബൺ സെക്യൂസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കും എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ക്ലൈമറ്റ് ചേഞ്ചിനേക്കാളും കുറച്ചുകൂടെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലെ പക്ഷി മൃഗ എല്ലാ മറ്റ് സസ്യജീവജാലങ്ങളുടെ സംരക്ഷണം എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന്റെ ഒരു ലക്ഷ്യം. സോറി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലാൻഡ്സ്ലൈഡ് പോലെയുള്ള അതെ, ലാൻഡ് സ്ലൈഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ബാദുഷ് പറഞ്ഞ ഒരു സിറ്റുവേഷൻ പോലെയാണ് അത് കുറച്ചുകൂടെ മൊത്തമായിട്ട് മേൽമണ്ണ് മുഴുവനായിട്ട് നശിച്ചു പോയ സിറ്റുവേഷൻ ഒക്കെയാണ് ലാൻഡ് സ്ലൈഡ് പോലുള്ള ഏരിയസിൽ വരിക. അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റെക്ലമേഷൻ മെഷേഴ്സ് കുറച്ചും കൂടി അതിന്റെ തുടക്കം പെട്ടെന്ന് നമുക്ക് ആദ്യം തന്നെ മരം നട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ലാൻഡ് സ്ലൈഡ് പോലുള്ള സിറ്റുവേഷൻസ്. ആദ്യം റെക്ലമേഷൻ മെഷേഴ്സ് നടത്തിയിട്ട് അതിനെ മേൽമണ്ണ് തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ആദ്യത്തെ ഘട്ടം വളരെ സങ്കീർണമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് നേരിട്ട് റെസ്റ്റോറേഷനിലേക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ പ്രയാസമായിരിക്കും ലാൻഡ് സ്ലൈഡ്സ് വന്ന സ്ഥലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ റെസ്റ്റോറേഷൻ. എന്റെ പേര് അനിത എന്നാണ്. അപ്പൊ വാൽപ്പാറ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഹോൺബിൽസ്, ഞാൻ PhD ചെയ്യുന്നത് ഹോൺബില്ലിലാണ്. ഹോൺബിൽ നെസ്റ്റിംഗ് ഹാബിറ്റാറ്റ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഹോൺബില്ലിന്റെ
അവിടെ ഏരിയയിൽ ഫുള്ളും NCF റിസ്റ്റോർ ചെയ്യുന്നുണ്ട്, ഹോൺബിൽ കൺസർവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഹോൺബിൽ റിലേറ്റഡ് അതിന്റെ ഒരു ഫ്രൂട്ടിംഗ് ട്രീസിന്റെ ഒരു റിസ്റ്റോറേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടോ? സ്പെസിഫിക് ആയിട്ട് ഹോൺബില്ലിന്റെ ഫ്രൂട്ട് ട്രീസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന പല സ്പീഷീസുകളും പറഞ്ഞ പോലെ വലിയ വിത്തുകളുള്ള സ്പീഷീസുകൾ ആണ് നമ്മൾ പൊതുവെ റെസ്റ്റോറേഷന്, പ്രത്യേകിച്ച് ഒരിത്തിരി ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പിന്നീട് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവയിൽ പലതും ഹോൺബില്ല് കഴിക്കുന്ന സ്പീഷീസുകൾ തന്നെയാണ്. അപ്പൊ നമ്മളുള്ള സ്പീഷീസ് ഇപ്പൊ 150ഓളം സ്പീഷീസുകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് എണ്ണം ഹോൺബില്ലുകളുടെ ഫ്രൂട്ടിങ്, ഹോൺബില്ലുകളുടെ ഫീഡിങ് ആയിട്ടുള്ള സ്പീഷീസുകൾ തന്നെയാണ്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഹോൺബിൽസ് ഫീഡിങ് എന്ന് പറഞ്ഞിട്ടല്ല, കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ട് പൊതുവെ വലിയ വലിയ വിത്തുകളുള്ള ഫ്ലഷി ഫ്രൂട്ടുകളുള്ള സ്പീഷീസുകൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു കോസ്റ്റൽ ബേർഡ്സിന്റെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് എങ്ങനെയാണ്, അത് ഏത് ഏരിയയിലാണ് ചെയ്യുന്നത്? അത് സൗത്ത് കേരളയില് കൊല്ലം, തിരുവനന്തപുരം ഭാഗത്തെ കോസ്റ്റൽ ഏരിയാസിലാണ് ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ കടൽ ഭിത്തികൾ കടൽ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ കടൽ ഭിത്തികൾ വരുന്നു എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും എന്താ പറയാ, തീര പക്ഷികൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നല്ല, അതിന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് മനസ്സിലായി. നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, നമുക്ക് KFRAയിലെ സീനിയർ സയന്റിസ്റ്റ് സജീവൻ സാർ അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു വർക്ക് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ടീക്ക് ഡിഫോളിയേറ്ററിനെതിരെയുള്ള ഒരു NPV അല്ലെ, ബയോ കൺട്രോളിങ്. അതുപോലെ ഫോറസ്റ്റ് ട്രീസിൽ ഏതെങ്കിലും പെസ്റ്റോ ഡിസീസസിനോ അഗൻസ്റ്റ് ആയിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻസ് ഡെവലപ്പ് ചെയ്തതായിട്ട് അറിയാമോ? വേറെ എന്തെങ്കിലും? ഞാൻ ആ സാറ് പറയുമ്പോഴാണ് അങ്ങനെ ഒരെണ്ണം കേൾക്കുന്നത്. ഓക്കെ, ബയോ കൺട്രോൾ ഏജന്റുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഫോറസ്റ്റ് പഠിച്ചിരുന്ന സമയത്ത് ആ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, റെസ്റ്റോറേഷൻ എന്നുള്ള രീതിയിൽ നമ്മള് സാധാരണഗതിക്ക് അങ്ങനത്തെ പെസ്റ്റുകളെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം എന്ന് കണ്ടിട്ട് സാധാരണഗതിക്ക് നമ്മൾ പൊതുവെ അതിന്റെ കൺട്രോൾ മെഷേഴ്സ് ഈ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കാറില്ല. കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ് വേറെ എനിക്ക് അറിയില്ല, പക്ഷെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. യെസ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസീസ് വന്നിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേസ് സ്റ്റഡീസ് ഉണ്ടോ കേരളത്തില്? പൊതുവെ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരിക പ്ലാന്റേഷൻസിലാണ്. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് തേക്കിന്റെ അതെ, മോണോക്രോപ്പ് ആയതുകൊണ്ട്. മറ്റേത് കുറച്ചുകൂടെ സ്പീഷീസ് സ്പെസിഫിക് ആയിരിക്കും പെസ്റ്റുകൾ എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു സ്പീഷീസിനെ ബാധിച്ചാലും മറ്റ് സ്പീഷീസുകൾ റെസിലിയന്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു അതെ. പക്ഷെ ടീക്ക് പോലത്തെ പ്ലാന്റേഷന്, ഐലാൻഡേഴ്സ്, മറ്റേ മട്ടിയുടെ പ്ലാന്റേഷൻ, അങ്ങനത്തെ കേസുകളിലൊക്കെ അങ്ങനത്തെ പെസ്റ്റുകൾ വരാറുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക്സ്. ഞാൻ ഇവിടെ നമ്മളിപ്പോ കൺസർവേഷനും ഈ റീസ്റ്റോറേഷനും എടുക്കുമ്പോഴേ പലപ്പോഴും ഈ ഒരു സ്പീഷീസ് കൺസർവേഷൻ എടുക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാത്തതിന്റെ ഒരു പ്രശ്നം തോന്നുന്നത്. അതായത് ഇപ്പോൾ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള, ഞാൻ ഡോക്ടർ ബിജുവിന്റെ ഒക്കെ ഒരു സെഷൻ കേട്ടിരുന്നു. അതായത് നമ്മളുടെ ഈ കൺസർവേഷൻ എഫർട്ടുകൾ മുഴുവൻ ഈ വലിയ വൃക്ഷങ്ങളിലും പക്ഷികൾ വരെ എത്തിയിട്ട് അങ്ങ് നിൽക്കുകയാണെന്നാ പറയുന്നത്. അതായത് താഴേക്ക് നോക്കുന്നില്ല ആംഫിബിയൻസ് ഒക്കെ. അപ്പോൾ പണ്ടൊക്കെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ ആപെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ജീവികളുടെ ഹാബിറ്റാറ്റ് സംരക്ഷിക്കുമ്പോൾ ബാക്കി ഓട്ടോമാറ്റിക്കലി സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. പക്ഷെ ഇതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു പ്രത്യേക സ്പീഷീസിന്റെ അല്ലെങ്കിൽ പ്രത്യേക ഫാമിലിയുടെ കൺസർവേഷന് വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഹാബിറ്റാറ്റിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാവുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഇത് തമ്മിൽ ഏത് ഏജൻസിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇത് കൈകാര്യം ചെയ്യുന്നത്? നമുക്കൊരു ഒരു കേരളത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഫുൾ മാപ്പും അതിന്റെ ട്രജക്ടറി എങ്ങടെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു ധാരണയുണ്ടോ? എന്നിട്ട് അതിന് കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫർട്ടുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം, ഒരു ക്യൂരിയോസിറ്റിയാണ്. വേറെ ഇല്ല, ചോദ്യങ്ങളില്ല. നന്നായിരുന്നു ക്ലാസ്, നല്ലതായിരുന്നു, ഒരുപാട് ആശയങ്ങൾ കിട്ടി. താങ്ക് യു ലൂക്കയ്ക്കും അഭിരാമിക്കും എല്ലാവർക്കും.
ഇപ്പൊ ഹാബിറ്റാറ്റ് കൺസർവേഷൻ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് എന്തെങ്കിലും ഒരു ഉദാഹരണം പറയോ അതിന്? ഇപ്പോ ചീറ്റ എന്നാക്കും അല്ലെ, ചീറ്റ ഇപ്പോ ഗ്രാസ് ലാൻഡ്സ് അല്ലേ, മറ്റേ ഇപ്പോ ഒരു നമ്മള് കടുവ എന്ന് വിചാരിക്കും. കടുവയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം ആവണമെന്നില്ല. നമ്മൾ കുറെ ശ്രദ്ധ തിരിഞ്ഞു പോകുമല്ലോ. ഇപ്പൊ ചില സ്ട്രീംസില് കടുവേനെ സംബന്ധിച്ച് വെള്ളം മതി, പക്ഷെ കണ്ടിന്യൂസ് സ്ട്രീം ചെക്ക് ഡാമുകൾ ഒഴിവാക്കിയിട്ടുള്ള സ്ട്രീം വേണ്ടുന്ന ജീവികൾ ഉണ്ടാവും വേറെ, അതായത് ചില ബ്രീഡിങ്ങിന് മുകളിലേക്ക് പോകുന്നേക്കെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വെള്ളമുണ്ട്, കാടുണ്ട്, കടുവയ്ക്ക് പറ്റിയ ഹാബിറ്റാറ്റ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ വെച്ചാൽ കടുവയ്ക്ക് വേണ്ടിയുള്ള കാട് പ്രിസർവ് ചെയ്യുന്നതോടുകൂടി ഈ ആംഫിബിയൻസും ഈ ഇതുകളൊക്കെ പ്രിസർവ് ചെയ്യപ്പെടണമെന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഫുൾനെസ് ഉണ്ടല്ലോ, അത് നമ്മളെങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് വിട്ടുപോകാതെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? നമ്മളുടെ ഇപ്പൊ ഈ റിസർച്ചേഴ്സിനൊക്കെ കാടുകളിൽ നിന്ന് ഇടപെടാനായിട്ടുള്ള ഒരു സാഹചര്യം കുറവാണല്ലോ. ഇപ്പൊ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് റിസർച്ചർ ആയാലും നമുക്ക് ഗവൺമെന്റിന്റെ പരിപാടിയുടെ ഭാഗമല്ലാതെ കേരളത്തിലെ കാടുകളിലും നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റുകൾ ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. പൊതുവെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില എന്താ പറയാ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസുകളെ ഫോക്കസ് ചെയ്ത് കടുവ അല്ലെങ്കിൽ അങ്ങനത്തെ ചില സ്പീഷീസുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുകൊണ്ടാണ് പൊതുവെ കേരളത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യയിലും കൺസർവേഷൻ എന്നുള്ള ഒരു കൺസർവേഷൻ പൊതുവെ നടക്കുന്നത്. അത് പല എന്താ പറയാ ഇപ്പൊ ടൈഗർ കൺസർവേഷൻ ഇതൊക്കെ കുറച്ചുകൂടി പ്രൗഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇപ്പൊ ഗവൺമെന്റുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഔട്ട്പുട്ട് വേണ്ടത് ഇപ്പൊ ഇത്ര കടുവ കൂടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക. അതല്ലാണ്ട് അതിന്റെ താഴത്തെയുള്ള മറ്റ് ജീവികളെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് തവളകളോ അല്ലെങ്കിൽ ചെറിയ ആവാസ വ്യവസ്ഥയിൽ ഇൻസെക്ട്സ്, പോളിനേറ്റേഴ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പത്തെ നിലവിലുള്ള ഒരു പ്ലാൻ അങ്ങനത്തെ കാര്യങ്ങളെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് എനിക്ക് എക്സ്പെർട്ടൈസ് ഇല്ല അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ സാധാരണ അതിക്ക് പൊതുവെ ഉള്ള ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാല് ഇതേപോലെയുള്ള ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസുകളെ മാത്രം നോക്കുന്നു എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അതെങ്ങനെ ഉൾപ്പെടുത്താം ആക്ഷൻ പ്ലാനുകളിൽ എന്നുള്ളത് നമ്മളെല്ലാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് അത് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത്. താങ്ക് യു. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ബാദുഷ്, നമുക്ക് ഈ എല്ലാ മാസവും ഈ മൂന്നാമത്തെ ആഴ്ചയിലായിട്ടാണ് നമ്മൾ ഈ പ്ലാനറ്റ് പെർസ്പെക്റ്റീവ് സീരീസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ മൂന്നാമത്തെ അവതരണമാണ് ഇന്ന് നടന്നത്. അഭിരാമി വളരെ നന്നായിട്ട് അത് അവതരിപ്പിച്ചു. ചോദ്യങ്ങളും വളരെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ ചോദ്യങ്ങളിലൂടെയും കടന്നുപോയി. ചോദ്യങ്ങൾ ചോദിച്ച കിരൺ, മഞ്ജുഷ, ഗിരീശൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു.